നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രജീഷ് ശാസ്തങ്കോട്ട എന്നുള്ള ദൈവദാസനെ ബ്ലസ് കോവളത്തിൽ മുൻപും ദൈവവചനം സംസാരിപ്പാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ദീർഘമായ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ദൈവമക്കൾ എല്ലാവർക്കും പരിചിതനായ ഒരു ദൈവദാസനാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അത് ശക്തമായി വിളിച്ചു പറയുവാൻ ദൈവം തൻ്റെ ദാസനെ ഒരുക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ യോഗങ്ങളുടെ 2ാം ദിവസവും കർത്താവിൻ്റെ ദാസന് ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തദാസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ട്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്ലസ് കോവളത്തിൻ്റെ 2ാമത്തെ രാത്രിയിൽ ദൈവവചനവുമായിട്ട് ഈ വേദിയിൽ നിൽക്കുന്നത് ഒരഭിമാനമായി ഈ രാത്രി ഞാൻ കരുതുന്നു. വിശേഷിച്ച് വളരെ ദർശനത്തോടെ ഈ യോഗങ്ങൾ നയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാലു അവർകൾ, അതുപോലെ ഈ വേദിയിലുള്ള മറ്റ് ദൈവദാസന്മാർ പാസ്റ്റർ ജോൺസൺ അവർകൾ, പാസ്റ്റർ കുഞ്ഞുമോൻ അവർകൾ, പാസ്റ്റർ സത്യൻ, പാസ്റ്റർ ഗ്ലാഡ്സ്റ്റൺ, പാസ്റ്റർ ജോയി, അതുപോലെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന പാസ്റ്റർ നിജീഷ്, അങ്ങനെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. ദൈവവചനം കേൾക്കുവാൻ വന്ന നിങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമുഖങ്ങൾ കൂടാതെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചനത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മൾ വരാൻ പോവുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ, വളരെ ദൈവാശ്രയ ബോധത്തോടെ, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുവാനുള്ള ആകാംക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഈ രാത്രിയിലെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വാക്യം ഒരിക്കൽ കൂടി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. വളരെ ചെറിയ ഒരു വാക്യമാണ്. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ടെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഒന്നുകൂടെ പറയാം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഒരു നിമിഷം ആ കണ്ണെല്ലാം ഒന്ന് അടച്ചാട്ട്, അതിരങ്ങളെല്ലാം കർത്താവിൻ്റെ മുൻപാകെ ഒന്ന് തുറന്നാട്ട്, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കിയാട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവെ, അവിടുത്തെ ഭയങ്കര സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് പകരണമേ. ഈ ജനം ആ സാന്നിധ്യത്തെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഈ ജനം ആ നിറവിനെ ശരിക്കും അനുഭവിച്ച് തുടങ്ങട്ടെ. അതിനെതിരെ ചലിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയിൽ കർത്താവ് ശാസിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഈ ജനത്തിൻ്റെ ബുദ്ധിയെ തുറക്കണമേ. ഈ അന്തരീക്ഷം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ ചിന്തകൾ ചേഞ്ച് ചെയ്യപ്പെടുന്നത് പോലെ, ഞങ്ങളുടെ മനസ്സും മനോഭാവവും മാറി മറിയുന്നത് പോലെ വചനത്തെ പൂർവാധികം ഭംഗിയോടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ റിവീൽ ചെയ്യണമേ. ഈ ജനം അത് അനുഭവിക്കട്ടെ. കർത്താവ് അത് ചെയ്യണം. ആത്മമണ്ഡലം തുറന്നു തന്നാട്ട് കൃപയിൽ മറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചിട്ടുള്ളത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അവിടെ ആരാണ് പുത്രൻ എന്നൊരു ചോദ്യമാണ് പൊതുവിൽ നിൽക്കുന്നത്. പുത്രൻ എന്ന് പറയുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നുണ്ട്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ,
തൃത്വത്തിൽ രണ്ടാമത്തെ ആളത്വമാണ് പുത്രൻ, അല്ലെങ്കിൽ ക്രിസ്തു, അല്ലെങ്കിൽ യേശു എന്ന് നമുക്ക് വിളിക്കാം. അതിൽ പുത്രൻ എന്ന വാക്ക് മാറ്റിയാൽ യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അവിടെ ആ വാക്യത്തെ ശരിയായി നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ സാക്ഷാൽ സ്വാതന്ത്ര്യം ഉണ്ട്. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര അർത്ഥവ്യാപ്തിയുണ്ട്. സാക്ഷാൽ സ്വാതന്ത്ര്യം, സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ a true ഫ്രീഡമാണ്. ഒരു വ്യക്തി എല്ലാ അർത്ഥത്തിലും ഒരുപോലെ അനുഭവിക്കുന്ന a true ഫ്രീഡം, അല്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ യഥാർത്ഥ സ്വാതന്ത്ര്യം തരാൻ പുത്രനും മാത്രമേ കഴിയത്തുള്ളൂ. ഇനി ഞാൻ ആ സ്വാതന്ത്ര്യം എന്ന പദത്തെ ഒന്ന് തൊടാനായിട്ട് ആഗ്രഹിക്കുക. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പൊതുവിൽ അതിന് 3 അർത്ഥങ്ങളാണുള്ളത്. ഒന്നാമത്തെ അർത്ഥമാണ് വിമോചനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥമാണ് സ്വച്ഛന്തത എന്ന് പറയുന്നത്. മൂന്നാമത്തെ അർത്ഥമാണ് അവിഘ്നത എന്ന് പറയുന്നത്. അപ്പോൾ പുത്രനാണ് വിമോചനം തരുന്നത്, പുത്രനാണ് അവിഘ്നതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, പുത്രനാണ് സ്വച്ഛന്തതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഇനിയും ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പൊതുവീക്ഷണത്തെ നമ്മളൊന്ന് വിലയിരുത്തണം. എന്താണ് സ്വാതന്ത്ര്യം? ജോർജ് വിൽഹം ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ സ്വാതന്ത്ര്യത്തെ 3 ഭാഗമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ധാർമ്മിക സ്വാതന്ത്ര്യമാണ്. ധാർമ്മിക സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഈ ഇലക്ഷൻ ടൈമിലൊക്കെ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേ, വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമേ എന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ധാർമ്മിക സ്വാതന്ത്ര്യമാണ്, തിരഞ്ഞെടുക്കാനുള്ള മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം. അതാണ് ധാർമ്മിക സ്വാതന്ത്ര്യം. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പൗരസ്വാതന്ത്ര്യം എന്നാണ്. പൗരസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ധാരാളം ആളുകൾ ലോക ചരിത്രത്തിലുണ്ട്. ഇവിടെ ശരിക്കും പൗരസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ വ്യക്തി സ്വാതന്ത്ര്യം പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറയുമ്പോൾ എന്ത് തിന്നാം, എന്ത് കുടിക്കാം, എന്ത് ധരിക്കാം, എങ്ങോട്ട് സഞ്ചരിക്കാം, ഇതൊക്കെയാണ് ആ പൗരസ്വാതന്ത്ര്യത്തിനകത്ത് ഉള്ളത്. അപ്പോൾ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സംഘം ചേരാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ഇതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമാണ് പുത്രൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആമേൻ. അത് തികച്ചും അതിൻ്റെ സ്പിരിച്വൽ സൈഡിലാണ്. ജോർജ് വിൽഹം ഫ്രെഡറിക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം ഭൗതിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ. ഞാൻ ആ പേര് പറഞ്ഞല്ലോ, ധാർമ്മിക സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഇതൊന്നും ആത്മീക വിഷയങ്ങളെ ബാധിക്കുന്നതല്ല. ആത്മീക വിഷയത്തെ ബാധിക്കുന്ന സ്വാതന്ത്ര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതിനെയാണ് വിമോചനം എന്ന് പറയുന്നത്, അതിനെയാണ് സ്വച്ഛന്തത എന്ന് പറയുന്നത്, അതിനെയാണ് അവിഘ്നത എന്ന് പറയുന്നത്. അപ്പം പുത്രൻ തരുന്ന, യേശു ക്രിസ്തു തരുന്ന ആ സ്വാതന്ത്ര്യത്തെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് തരംതിരിച്ച് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇനിയുള്ള ചിന്തകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം കേൾക്കാനായിട്ട്. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ആമുഖങ്ങളാണ്. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഞാൻ പറഞ്ഞു അത് ടോട്ടലി ആത്മീക വിഷയങ്ങളെ ബാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. റോമാലേഖനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി ഉരുവിടാം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം, അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അതിൽ ഒന്നാമത്തെ വാക്ക് കണ്ടോ?
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക. അവിടെ ഒരു ചോദ്യമുണ്ട്, ആരാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്? ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറഞ്ഞാൽ സകല മനുഷ്യർക്കും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ കാരണം എന്താ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നുവെന്ന് റോമലേഖനം 3:23 നമ്മോട് പറയുന്നു. എല്ലാവരും പാപം ചെയ്തിരിക്കുകയാണ്, അതിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്? അതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പദം പാപമോചനമെന്നാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നാണ് കരുതുന്നത്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, പാപമോചനം. ഒന്നിച്ചൊന്ന് പറഞ്ഞേ, എന്നാ? പാപമോചനം. എങ്ങനെയാണ് പാപമോചനം ഉണ്ടാകുന്നത്? അത് കർമ്മങ്ങളിലൂടെയാണ്, അത് അർപ്പണങ്ങളിലൂടെയാണ്, അത് തർപ്പണങ്ങളിലൂടെയാണ്, അത് യാഗങ്ങളിലൂടെയാണ്, അത് കർമ്മകാണ്ഡങ്ങളിലൂടെയാണ്. എങ്ങനെയാണ് പാപങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നത്? പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ പല മാർഗങ്ങളാണ് തേടുന്നത്. റോമലേഖനം 3 പറയുന്നതനുസരിച്ച് എല്ലാ വായും അടഞ്ഞ് എന്ന് പറഞ്ഞാൽ സകല കർമ്മകാണ്ഡങ്ങളും സകല തീർത്ഥയാത്രകളും സകല അർപ്പണങ്ങളും പാപമോചനം നൽകുന്നതിൽ അമ്പേ പരാജയപ്പെട്ട് എല്ലാ നാവും അടഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനെന്നറിയാമോ? പാപമോചനം നൽകാൻ വേണ്ടിയാണ്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ആദ്യത്തെ പ്രവചനം മത്തായി സുവിശേഷം 1:21 വാക്യമാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചേ, യേശു എന്ന പേര്. യേശു എന്ന പേര്. അവിടെ കന്യകയായ ഒരു സ്ത്രീയുടെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതിന് ഒരു മാർഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ആമേൻ, ആമേൻ. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവ് നിഴലിടുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് നിഴലിടുന്നുവെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സ്ത്രീയുടെ മേൽ ആമേൻ ഓവർഷാഡോ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ആ സ്ത്രീയുടെ മേൽ ഓവർഷാഡോ ചെയ്യുകയാണ്. ഓവർഷാഡോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ആ സ്ത്രീയെ പൊതിയുകയാണ്. ഒരു സാധാരണ ജനനം പോലെ അല്ല യേശു കർത്താവിൻ്റെ ജനനം. അതാണ് അവൾ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതി എന്ന് വിളിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ആദ്യത്തെ പ്രവചനമാണത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തന്നെ പുരുഷന്മാരുടെ സന്തതികളാണ്. എന്നാൽ പുരുഷനില്ലാതെ സ്ത്രീയിൽ നിന്ന് മാത്രം ഒരു ശിശു ഉരുവായി. ആ ശിശുവിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. ഇത് പുതിയ നിയമത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4 നമ്മൾ വരുമ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത്. നിങ്ങൾ ഇനിയും മത്തായി സുവിശേഷം 1 അതിൻ്റെ 1 വാക്യം തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ വംശാവലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് യേശു ക്രിസ്തുവിൽ വന്നു നിൽക്കുന്ന വംശാവലി. ആ വംശാവലിയുടെ അവസാനത്തെ ഭാഗം നിങ്ങൾ ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കിക്കോ. 15 വാക്യവും 16 വാക്യവും അവിടെ എഴുതിയിരിക്കുകയാണ്, എലീഹൂദ് ഏലയാസറെ ജനിപ്പിച്ചു, ഏലയാസർ മത്താനെ ജനിപ്പിച്ചു, മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് മറിയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു. അടുത്ത വാക്ക്, അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അവനിൽ നിന്ന് എന്നല്ല, അവളിൽ നിന്ന്. ബാക്കിയെല്ലാം ജനിപ്പിച്ചു 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 എന്നെഴുതിയിരിക്കെ യേശുവിൻ്റെ ജനനം മാത്രം ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ജനിച്ചു
ജനിച്ചു. അതാണ് ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇതൊരു സാധാരണ ജനമല്ല, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം എന്ന് പറഞ്ഞു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വാക്കിൽ തന്നെ ദൂതൻ ദൂത് പറയുകയാണ്, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഈ പാപമാണ്. ഏത് തിന്മയെടുത്ത് നോക്കിക്കോ, ഏത് തിന്മയുടെയും പിന്നിൽ പ്രശ്നമായി നിൽക്കുന്നത്, മൂലകാരണമായി നിൽക്കുന്നത് പാപമാണ്. ആ പാപത്തിൽ നിന്ന് ഒരു മോചനം സംഭവിച്ചാലേ, ആ പാപത്തിൽ നിന്ന് രക്ഷയുണ്ടായെങ്കിലേ മനുഷ്യനെ വ്യത്യസ്തനാകാൻ കഴിയത്തുള്ളൂ. അവൻ്റെ ജീവിതം സമാധാനപൂർവമാകത്തുള്ളൂ, അവൻ്റെ ജീവിതം പ്രശ്നരഹിതമാകത്തുള്ളൂ. അതിനുള്ള മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. അപ്പൊ യേശു എന്ന പേരിൽ തന്നെ ആ രക്ഷകൻ എന്ന പാപമോചകൻ എന്ന അർത്ഥം ധ്വനിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഞാൻ പറയാം. ഇംഗ്ലീഷ് മലയാള ഡിക്ഷണറി എഴുതിയ ഒരാളാണ് ടി രാമലിംഗപിള്ള. ടി രാമലിംഗപിള്ളയുടെ ഡിക്ഷണറി നിങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിക്കകത്ത് സേവിയർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. സേവിയർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് അദ്ദേഹം അർത്ഥം കൊടുക്കുമ്പോൾ രക്ഷകൻ, ഉദ്ധാരകൻ, പ്രാണദാതാവ്, മോക്ഷദാതാവ് എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഹൈഫൺ ഇട്ടിട്ട് അദ്ദേഹം എഴുതി വെച്ചു യേശു ക്രിസ്തു. അപ്പൊ രക്ഷകനായി ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ, പാപം മോചിക്കുവാൻ കഴിവുള്ള ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ജനിക്കുന്നതിന് മുൻപേ പാപം മോചിക്കുന്നവനെന്ന് പേരിൽ ലഭ്യമായവൻ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ഏതാണ്ട് 6 പേർക്കെങ്കിലും നേരത്തെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്മയേല് ജനിക്കുന്നതിന് മുൻപേ പേരിട്ടതാണ്. ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപേ പേര് വീണയാളാണ്. ശലോമോൻ ജനിക്കുന്നതിന് മുൻപേ പേര് വീണയാളാണ്. യോശിയാവ് ജനനത്തിന് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് പേര് വീണയുള്ള ഒരാളാണ്. കോരസ് ജനനത്തിന് 200 വർഷങ്ങൾക്ക് മുമ്പ് പേര് വീണ ഒരാളാണ്. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുൻപേ നാമകരണം ചെയ്യപ്പെട്ട ഒരാളാണ്. അതേ ക്രമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ നാമകരണം ചെയ്യപ്പെട്ടവനാണ്. അവൻ്റെ ഉത്തരവാദിത്വമാണ് പാപമോചകൻ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഉദ്ദേശം 1, 2 എന്ന ക്രമത്തിൽ ഈ വിഷയത്തിൽ പാദം 3 നിന്ന് പറയാൻ തുടങ്ങിയാൽ 1 പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. 2 പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അവരെ വിടുവിക്കുക എന്നുള്ളതാണ്. 3 പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ വിടുവിക്കുക എന്നുള്ളതാണ്. 4 പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവരെ വിടുവിക്കുക എന്നുള്ളതാണ്. 5 നിത്യ സമാധാനത്തിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നാണ്. 6 ആമേൻ അനുഗ്രഹത്തിലേക്ക്, നിത്യ അനുഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇത് സാധ്യമാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. കരമുയർത്തിപ്പിടിച്ച് ആ വാക്കുകൾക്ക് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് പാപമോചനം സാധ്യമാകുന്നത്. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, യേശു നായക പാപശാപനാശക, അല്ലേ? വീണ്ടെടുത്ത നിൻ ജനത്തിന് ആത്മദായക. യേശുവാണ് പാപനാശകൻ. പാപത്തെ മാത്രമല്ല, ശാപത്തെയും നശിപ്പിക്കുന്ന ഒരുവൻ ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. ഇന്ന് രാത്രി ഈ പ്രസംഗത്തിൽ പാപമോചനം മാത്രമല്ല പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ദൈവവചനത്തിൽ നിങ്ങൾ കണ്ണും നട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മതലങ്ങളിലും നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിലും നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിലും നിങ്ങളുടെ കുടുംബ മേഖലയിലും ഒരു വലിയ ഫ്രീഡം വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു
ഈ രാത്രിയിൽ ആ വിടുതലിനെ നമ്മുടെ നടുവിൽ പകരുകയാണ്. അപ്പോ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും ഗഹനമായ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് പുതിയ നിയമത്തിന്റെ തുടർമാനമായ പ്രസംഗത്തിന്റെ അകത്ത് ഉള്ള ഒരു കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യോർദാൻ അക്കരെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ഇത് യോഹന്നാന്റെ പ്രസംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ എന്താ ചെയ്തത്? പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനം. ഒന്നുകൂടെ ഞാൻ പറയാം. പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് മുന്നോടിയാണ് യോഹന്നാൻ സ്നാപകൻ. യേശു ജനിക്കുന്നതിന് 6 മാസം മുൻപാണ് യോഹന്നാന്റെ ജനനമെന്ന് തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആമേൻ. പാപമോചനത്തിനായി ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പായി നടക്കുന്നവൻ എന്നാണ് യോഹന്നാനെ വിളിച്ചിരിക്കുന്നത്. ലൂക്കോസ് 1:77 നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ തൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനായി നീ അവന് മുൻപിൽ നടക്കും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. പാപമോചനം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷേ പാപമോചനത്തിന് മുൻപ് മാനസാന്തരം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ, പ്രസംഗം കേൾക്കുന്നവർക്ക് രക്ഷാപരിജ്ഞാനം നൽകാൻ യോഹന്നാൻ യേശുവിന് മുൻപായി നടക്കുകയാണ്. പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് സകല ജനത്തിനും രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനായി യോഹന്നാൻ യേശുവിൻ്റെ മുൻപിൽ നടക്കുകയാണ്. യോഹന്നാന്റെ പ്രസംഗം കേട്ടവരൊക്കെ പാപമോചനം അനുഭവിച്ചു എന്നല്ല, അവർ മാനസാന്തരത്തിലേക്ക് വരികയാണ്. മാനസാന്തരത്തിലേക്ക് വരികയാണ്. എന്നാൽ ആരാണ് പാപമോചനം നൽകി തുടങ്ങിയത്? നിങ്ങൾ ലൂക്കോസ് 7:49 ശ്രദ്ധിച്ചേ. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുൻപായി നടന്നുകൊണ്ട് പാപമോചനത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്ന മാനസാന്തരമാണ് പ്രസംഗിച്ചത്. ആ മാനസാന്തരത്തിൽ രക്ഷാപരിജ്ഞാനം കൈമാറ്റം ചെയ്യുകയാണ്. എന്നാൽ പാപമോചനം നൽകുന്നതാരാ? അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് രാത്രി എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്രയും ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കി, ഇത്രയും പന്തൽ പോലെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊയറിനെ ഇവിടെ വിളിച്ചു വരുത്തി പാസ്റ്റർ ബാലുവും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തുന്ന ഈ യോഗത്തിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കൂട്ടർക്ക് രക്ഷാപരിജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ്. രക്ഷാപരിജ്ഞാനം കൊടുക്കുക എന്ന് മാത്രമല്ല, രക്ഷാപരിജ്ഞാനം ലഭ്യമായവനെ പാപമോചനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കുന്നവർ ഞങ്ങളെ പോലെയുള്ളവരാണെങ്കിൽ, ഇന്നലെ രാത്രി പ്രസംഗിച്ച പാസ്റ്റർ എൻ പീറ്റർ, നാളെ പ്രസംഗിക്കാൻ പോകുന്ന പാസ്റ്റർ സജോഷ്, അത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ പോകുന്ന പാസ്റ്റർ സാം കുമരകം, അത് കഴിഞ്ഞ് പ്രസംഗിക്കാൻ പോകുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു, ഞങ്ങളെല്ലാവരും എന്താ ചെയ്യുന്നതെന്നറിയാമോ? രക്ഷാപരിജ്ഞാനം നൽകുകയാണ്. ഞങ്ങൾ രക്ഷാപരിജ്ഞാനം നൽകുമ്പോൾ നിങ്ങൾ മാനസാന്തരത്തിലേക്ക് വന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വെളിപ്പെടും. എന്തിനാണെന്നറിയാമോ? പാപമോചനം കൊടുക്കാൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപക്ഷമ എന്ന് പറയുന്ന കാര്യം, പാപമോചനം എന്ന് പറയുന്ന കാര്യം ഒരു വ്യക്തിക്ക് കൃപയാൽ ലഭിക്കുന്ന ദൈവീക ദാനമാണ്. ഒരു പഴയ പാട്ടുണ്ട്, കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. ഇന്ന് രാത്രി പാപമോചനത്തിന് വേണ്ടി ചില്ലിക്കാശ് നിങ്ങൾ മുടക്കേണ്ട. പാപമോചനത്തിന് വേണ്ടി യാതൊരു കർമ്മകാണ്ഡങ്ങളിലും നിങ്ങൾ ഏർപ്പെടേണ്ട. പാപമോചനത്തിന് വേണ്ടി യാതൊരു അർപ്പണങ്ങളും തർപ്പണങ്ങളും നിങ്ങൾ നടത്തണ്ട. പിന്നെ പാപമോചനത്തിനായി എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അവിടെ കൃപയാൽ ആ പാപമോചനം സൗജന്യമായി നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനം ചില മാസങ്ങൾ കൊണ്ടോ ചില വർഷങ്ങൾ കൊണ്ടോ ചില പ്രത്യേക ഇടങ്ങളിൽ പോയി തുടർമാനമായി എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ല പാപമോചനം സംഭവിക്കുന്നത്.
ക്ഷണത്തിൽ പാപമോചനം സംഭവിക്കുകയാണ്. ലൂക്കോസ് 7:49 പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശു കർത്താവ് ഒരു വീട്ടിലിരിക്കുമ്പോൾ കിടക്കയിൽ ഒരു പക്ഷപാത രോഗിയെ കെട്ടിയിറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആമേൻ. 4 പേര് ഒരു പക്ഷപാത രോഗിയെ കിടക്കയിൽ അവൻ ഇരിക്കുന്ന ഇടത്തേക്ക് കെട്ടിയിറക്കുകയാണ്, ഒരു കട്ടിലിൽ. ആ പക്ഷപാത രോഗി കട്ടിലോടുകൂടെ യേശുവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ കാര്യം, നിന്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നെന്ന്. ആ വാക്ക് പറഞ്ഞു തീർന്ന ഉടനെ അവൻ കിടക്കയെടുത്ത് നടക്കാൻ തുടങ്ങിയെന്ന്. ഞാൻ പറഞ്ഞത്, പാപമോചനം സംഭവിക്കുന്നത് അനേക ദിവസങ്ങൾ കൊണ്ടല്ല, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പാപമോചനം സംഭവിക്കുകയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പാപമോചനം സംഭവിക്കുകയാണ്. ഏതു വലിയ കൊലപാതകിയാകട്ടെ, ഏതു വലിയ കൊള്ളരുതാത്തവനാകട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് നേരെങ്കിൽ, രക്ഷാപരിജ്ഞാനവും മാനസാന്തരവും ഉണ്ടായത് സത്യമാണെങ്കിൽ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പാപമോചനം സാധ്യമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പിറവത്ത് പാസ്റ്റർ ബാബു ചെറിയാന്റെ സെന്ററിൽ നടന്ന ഒരു യോഗത്തില് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ വേദിയിൽ വലപ്പാട് ജോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. വലപ്പാട് ജോസ് ഒരു പക്ഷേ കോവളത്തുള്ളവർക്ക് അത്ര പരിചയം കാണത്തില്ല. വലപ്പാട് ജോസ് എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു. സ്തോത്രം. ആ മനുഷ്യൻ രക്ഷയിലേക്ക് വരികയാണ്. വലപ്പാട് ജോസ് എന്ന് പറയുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസിനും ഒതുക്കാൻ പറ്റാത്ത കുപ്രസിദ്ധി നേടിയ ഗുണ്ടയെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതേ സ്ഥലത്ത് മറ്റൊരു യോഗത്തിന് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഇസ്മയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എൻ്റെ പ്രസംഗത്തിന് മുമ്പ് സാക്ഷ്യം പറയാൻ വന്നിരുന്നു. ഇസ്മയേല് 41 കേസിൽ പ്രതിയാണ്. 41 കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ ഉൾപ്പെടെ വിയൂർ സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും ആമേൻ തടവനുഭവിച്ച ഒരു മനുഷ്യനാണ് ഇസ്മയേൽ എന്ന് പറയുന്നത്. ഇന്നേക്ക് ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്മയേൽ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കണ്ടെത്തി. അദ്ദേഹം രക്ഷയിലേക്ക് വന്നു. ഇന്ന് അദ്ദേഹം ഷാരോൺ സഭയുടെ കോയമ്പത്തൂരുള്ള ഒരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് ഇസ്മയേൽ എന്ന് പറയുന്ന 41 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഈ കൃപയിലേക്ക് വന്നത്? ഒരു കർമ്മകാണ്ഡങ്ങളും ചെയ്തിട്ടല്ല, സെക്കൻഡുകൾ കൊണ്ട് യേശുവിൽ വിശ്വസിച്ചെന്ന ഒറ്റ കാരണത്താൽ പാപമോചനം സാധ്യമാകുകയായിരുന്നു. ഇനി പല പേരുകൾ പറയാനായിട്ടുണ്ട്. കരിക്കമ്പിലെ കൊലക്കേസിലെ പ്രതിയായ റെനി ജോർജ് എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നത്? ഈ പാപമോചനം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. വെള്ളത്തൂവൽ സ്റ്റീഫൻ അല്ലെങ്കിൽ നക്സൽ സ്റ്റീഫൻ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നത്? കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന പാപമോചനത്തിലൂടെയാണ്. തങ്കമണി കൊലക്കേസ് പ്രതിയായ ഗീതാകൃഷ്ണൻ എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നത്? കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന പാപമോചനത്തിലൂടെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ പരം പാപത്തിന്റെ ലിസ്റ്റ് ഒന്നും നിരത്തി വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാൾ വലിയ പാപികൾ കോവളത്തുണ്ടെന്ന് എനിക്കൊട്ട് തോന്നുന്നുമില്ല. ഇനി ഉണ്ടെങ്കിലും ഈ പറയുന്നവരെ എല്ലാം കൊണ്ടുവരുവാൻ, പാപമോചനം നൽകി മാനിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രിയും പാപമോചനം നൽകുന്നവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ പാപക്ഷമ എന്ന് പറയുന്നത് അത് കൃപയാൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന ദൈവിക ദാനമാണ്. അത് ക്ഷണത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവവചനം തുടർമാനമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:7 നമ്മളത് വായിക്കുന്നുണ്ട്. അവന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പാപമോചനം സെക്കൻഡ് കൊണ്ട് ദാനമായി നമ്മുടെ മേൽ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുത്രന് മാത്രമേ ഇത് തരാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്തെന്നറിയാമോ? അതിൻ്റെ കാരണം മനുഷ്യൻ ചെയ്ത പാപം മനുഷ്യനെതിരെയല്ല. മനുഷ്യനെതിരെ പാപം ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യനെതിരെ ചെയ്ത പാപമല്ല പ്രശ്നമായിട്ടുള്ളത്. മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്ത പാപമാണ്. മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്ത പാപം ക്ഷമിക്കുവാൻ സാക്ഷാൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടെന്ന എൻ്റെ ചിന്ത. അതുകൊണ്ട് എബ്രായ ലേഖനം 7 നമ്മൾ വായിക്കുന്നത്, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ. എൻ്റെ കയ്യിൽ ഒരു മൈക്രോഫോൺ ഉണ്ട്, ഇവിടെ ഒരു മിക്സർ ഇരിപ്പുണ്ട്. ഈ മിക്സറിനെയും മൈക്രോഫോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇങ്ങനൊരു കേബിളാണ്. ഇതേ ക്രമത്തിൽ പാപിയായ മനുഷ്യനെയും നീതിമാനായ ദൈവത്തെയും തമ്മിൽ
തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മധ്യവർത്തിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം മനുഷ്യൻ ദൈവത്തിനെതിരെ ചെയ്ത പാപമെന്ന നീചമായ കാര്യം ദൈവം ക്ഷമിക്കാൻ പാരിനും പരത്തിനും നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി നിൽക്കണമായിരുന്നു. ബ്ലസ് കോവളം എന്ന് പറയുന്ന ഈ മീറ്റിംഗിൽ കേൾക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. യേശു ക്രിസ്തു മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ഇന്ന് രാത്രി നിൽക്കുകയാണ്. രക്ഷപ്പെടാൻ കൊതിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കൊതിക്കുന്നവനെ കൃപയാൽ രക്ഷയിലേക്ക് നടത്താൻ രക്ഷാനായകനായി അവിടുന്ന് ഇറങ്ങി വരികയാണ്. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനെതിരെ ചെയ്ത പാപം ക്ഷമിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം അറിയണം, മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരെയാണ്. ഞാൻ ആ വാക്കൊരിക്കൽ കൂടി ആവർത്തിക്കാം. മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരെയാണ്. അതിൽ ഏറ്റവും നല്ല തെളിവെന്ന് പറയുന്നത് സങ്കീർത്തനം 51 ഈ 51 സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിനെതിരെയാണ് പാപം ചെയ്തതെന്ന് നമുക്ക് കാണാം. വിശേഷിച്ച് അതിൻ്റെ 4-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അതാ കാര്യം. മനുഷ്യൻ പാപം ചെയ്യുന്നത് ആരോടാ? ദൈവത്തോടാ. അതാ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞു, മനുഷ്യൻ ചെയ്ത പാപം ദൈവത്തിനെതിരെയാണ്. ആ ദൈവത്തിനെതിരെ മനുഷ്യൻ ചെയ്ത പാപം ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒന്നും കൂടെ പറഞ്ഞാൽ, ഒരു വ്യക്തി ഏതു വലിയ പാപം ചെയ്താലും ആ പാപിയുടെ പാപത്തെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മോചിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഒരാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ നമ്മുടെ ആളുകൾക്ക് പാപമോചനത്തെക്കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ രോഗസൗഖ്യത്തെക്കുറിച്ച് വലിയ താല്പര്യമാണ്. മാനസാന്തരത്തെക്കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അനുഗ്രഹത്തെക്കുറിച്ച് വലിയ താല്പര്യമാണ്. നമ്മുടെ ആളുകൾക്ക് ജീവിതം മാറ്റുന്നതിനെ കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, നന്മ പ്രാപിക്കുന്നതിനെക്കുറിച്ച് വലിയ താല്പര്യമാണ്. അത് നടക്കുകയല്ല പ്രിയപ്പെട്ടവർ. ആമേൻ. ആദ്യം സംഭവിക്കേണ്ടുന്നത് പാപമോചനമാണ്. പാപമോചനം കൂടാതെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ഉളവാകുന്നതല്ല. ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെടുന്നത് പാപമോചനമാണ്. അത് തുടർച്ചയായിട്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇങ്ങനെ പറയുകയാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 31-ാമത്തെ വാക്യം നോക്കിയേ. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പാപമോചനത്തിന് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു പാപമോചനത്തിനായി ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന കർത്താവ് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ദൈവമല്ല. നാം ആരാധിക്കുന്ന കർത്താവ് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്, വളരെ മനോഹരമായൊരു പഴയ പാട്ട്. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊതുങ്ങി ഇല്ല, മൃത്യുവേ വെന്നവൻ അത്യുന്നതങ്ങളിൽ കർത്താവായി വാഴുന്നവൻ മൃത്യുവേ വെന്നവൻ അത്യുന്നതങ്ങളിൽ കർത്താവായി വാഴുന്നവൻ. നമ്മുടെ കർത്താവ് പാപമോചനത്തിനായി മരിക്കുക മാത്രമല്ല, പാപമോചനത്തിന്റെ പൂർത്തീകരണത്തിനായി
അവിടുന്ന് ഉയർക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ വായിക്കുന്നത്, പാപമോചനവും മാനസാന്തരവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ആമേൻ. യേശുക്രിസ്തുവിൽ പാപമോചനം ഉണ്ട്. ഹല്ലേലൂയ. അതിനുള്ള മാർഗം വിശ്വാസമാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 10:43 വായിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് വായിക്കുന്നുണ്ട്. ആ നാമത്തിലെ വിശ്വാസം പാപമോചനം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാപമോചനത്തിന്റെ മാധ്യമം യേശുക്രിസ്തുവിന്റെ രക്തമാണെന്ന് ബൈബിൾ പറയുന്നു. മത്തായി 26:28. ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ആ വാക്കുണ്ടോ? പാപമോചനം തരുന്നത് യേശുക്രിസ്തുവാണ്. അതിന് വേണ്ടുന്നത് വിശ്വാസമാണ്. പാപമോചനം നൽകുന്ന മാധ്യമം പക്ഷെ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ശബ്ദം ഉയർത്തി രാമൻ പറഞ്ഞു. ഈ പാപമോചനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്ന മറ്റു കുറെ വിടുതലുകളൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഒന്ന്, കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് ഫ്രീഡം ഉണ്ടാകും. ഈ പല ആളുകളും പാപമോചനം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും കുറ്റബോധത്തിനകത്ത് ഉരുകിത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ അകത്ത് എപ്പോഴും മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിനക്ക് യോഗ്യതയില്ല, നിനക്ക് യോഗ്യതയില്ല, പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ല, ആരാധിക്കാൻ യോഗ്യതയില്ല, നിന്നെ കൊള്ളത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തു പാപമോചനം നമുക്ക് നൽകിയാൽ പിന്നെ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു പഴയ ഒരു ആരാധനാ ഗാനമുണ്ട്. അതില് ഇവിടെ പാടിയോന്ന് എനിക്കറിയില്ല, നമ്മൾ സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ്. അതിലൊരു വാക്കുണ്ട്, പാപമെല്ലാം മറിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുന്നവൻ. ഒന്നുകൂടെ പാടിക്കോ. പാപമെല്ലാം, അയ്യോ ക്ഷമിക്കുന്നല്ല, മറയ്ക്കുന്ന ഒറിജിനൽ വാക്ക്. അങ്ങനെ ഒന്ന് പാടിക്കേ. പാപമെല്ലാം പുതുജീവനെന്നിൽ പകരുന്നവൻ. ആ നാമം ഒന്നുകൂടെ വിളിച്ചേ, യേശു യേശു യേശുവാരിലും വലിയവൻ. ഒന്നുകൂടെ പാടി. യേശു യേശു അവിടുന്ന് പാപത്തെ മറക്കി. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ഇന്നലകളിൽ നിങ്ങൾ പലതിനെയും ആരാധിച്ചു, ദൈവങ്ങളല്ലാത്തവയുടെ മുൻപിൽ നമസ്കരിച്ചു, പലതിൻ്റെയും പിന്നാലെ നടന്നു, പലതും ചെയ്തു. പക്ഷേ യേശുക്രിസ്തുവിലെ വിശ്വാസം നിങ്ങൾക്ക് പാപമോചനം നൽകിയാൽ നിങ്ങളുടെ പാപത്തിന്റെ കുറ്റബോധം ഇനിയും നിങ്ങളുടെ മനസ്സിൽ കിടക്കേണ്ടതില്ല. ഈ രാത്രി ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരിക. ആമേൻ. ശബ്ദമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എല്ലാ കുറ്റബോധങ്ങളും ഇന്ന് രാത്രിയിൽ വഴിമാറട്ടെ. അതൊരു സാത്താന്യ തന്ത്രമാണ് കേട്ടോ.
യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞാൽ, ഞാൻ ആ ഏറ്റുപറച്ചിലിനെ കുറിച്ച് ഒരു വാക്കൊന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സാധാരണ ചിന്തിക്കുന്നത് പോലെ ഒരു ഏറ്റുപറച്ചിലല്ല പാപക്ഷമയ്ക്കായിട്ടുള്ള ഏറ്റുപറച്ചിൽ. നിങ്ങളങ്ങനെ അതിനെ ലളിതവൽക്കരിക്കരുത്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ബാലു പാസ്റ്ററെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നെ ശാസ്താംകോട്ടയിൽ നിന്ന് ഇവിടെ പരിചയപ്പെടുത്തിയെങ്കിലും ആ നാടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. ദൈവീയ തന്നെ ആ പേര് വിളിക്കരുത്. ഞാൻ റിജി മാത്യു ആണ്. 15 വർഷത്തിന് മുമ്പ് ഒരു സഭയുടെ പാസ്റ്ററായിട്ടിരുന്നു. അന്ന് പ്രസംഗം തുടങ്ങിയതുകൊണ്ട് പുറകെ വന്ന പേരാണ്. ആ നാട്ടിലേ അല്ല, 15 വർഷത്തിനിടയിൽ 1-2 പ്രാവശ്യം 1-2 യോഗത്തിന് പ്രസംഗിക്കാൻ ആ പഞ്ചായത്തിൽ കൂടെ പോയിട്ടുള്ളതല്ലാതെ എനിക്ക് ആ നാടുമായിട്ട് ഒരു ബന്ധമില്ല. പ്ലീസ് ആ പേര് മാറ്റിയേക്കണേ. ഓക്കെ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ പാസ്റ്റേഴ്സ് എഴുന്നേറ്റ് എന്ന് പറയും, നമ്മുടെ ആരുടെയും കുറവുകൾ ഈ യോഗത്തിൻ്റെ വിടുതലിന് തടസ്സമാകാതിരിക്കാൻ ഓരോരുത്തർ എഴുന്നേറ്റ് ഓരോ വാക്കിൽ സമർപ്പിച്ച് ഇരുന്നാട്ട്. ഇവിടെ അങ്ങനെ പറയോ? ഇല്ല, പറയത്തില്ല. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഉള്ള പുള്ളികളൊക്കെ എഴുന്നേക്കും, ബൈബിളൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ആരോടും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നോട് ആർക്കെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അവരുടെ ചിന്ത മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്പിൽവേ തുറന്ന് വെള്ളം വരുന്നത് പോലെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് പൊട്ടി ഒഴുകി വരുമെന്നാണ്. ഇതൊന്നും പാപക്ഷമയുടെ ഏറ്റുപറച്ചിലല്ല. നിങ്ങളങ്ങനെ ചിന്തിക്കല്ല. പാപക്ഷമയുടെ ഏറ്റുപറച്ചിൽ ഭയങ്കര ഗഹനമാണ് കേട്ടോ. അതിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് നടത്തിയ പ്രാർത്ഥന. നിങ്ങൾ 51-ാം സങ്കീർത്തനത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. ആ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ദൈവസന്നിധിയിൽ നിലവിളിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യത്തിൽ പറയും, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഇങ്ങനങ്ങോട്ട് പറഞ്ഞിട്ട് 7-ാമത്തെ വാക്യം തൊട്ട് ശുദ്ധീകരണ പ്രക്രിയ പറയുന്നത്, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖത്തെ മറക്കണമേ, എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ച് കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ തരണേ. ഈ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയാമോ? നാഥാൻ ദൂത് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ അകത്തെ മുറി കയറി വാതിലടച്ച് കവിണ്ണു വീണ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതാണ് കേട്ടോ. പഴയ നിയമത്തിന്റെ പാപക്ഷമയുടെ പ്രാർത്ഥന കണ്ണുനീരോടെയാണ് നിലവിളിച്ചു പ്രാർത്ഥിച്ചത്. ഒരാമേൻ പറഞ്ഞാട്ട്. ഇനിയും 2-മതൊരു പ്രാർത്ഥനയെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പറയുകയാണ്. യോബേൽ പ്രവചനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കണം. മനസ്സിലായില്ലല്ലേ? യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യക എന്ന് പറഞ്ഞാൽ ബൈബിൾ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി പറയാം. എൻ്റെ പ്രിയരെ, അവരുടെ ഇടയിൽ, അതായത് ഇസ്രയേലിൻ്റെ ഇടയിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു യുവാവ് ഒരു യുവതിയുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ യുവതിയെ ഭാര്യ എന്നും ആ യുവാവിനെ ഭർത്താവ് എന്നുമാണ് വിളിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് മറിയയും യോസഫും. മറിയയും യോസഫും തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുമ്പോഴാണ് ദൂതൻ മറിയയുടെ അടുക്കൽ ദൂതുമായി വരുന്നത്. അവിടെ യോസഫിനോട് ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുക എന്നാണ്. നിന്റെ ഭാര്യയെ ചേർത്തുകൊള്ളുക. യോസഫിനെ അവിടെ ഭർത്താവ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അവർ കൂടി വന്നിട്ടില്ല എന്ന് വായിക്കുന്നുണ്ട്, പക്ഷേ ഭാര്യ എന്നും ഭർത്താവ് എന്നുമാണ് വിളിക്കുന്നത്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഇവിടെ പറയുന്നത് യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടുടുത്തിരിക്കുന്ന കന്യക എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്തു, വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹത്തിന്റെ ആ സമയത്തിന്റെ ഇടയിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ മനുഷ്യൻ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായ ഒരു സ്ത്രീ എങ്ങനെയാ കരയുന്നത്? അതുപോലെ കരയാനാ പറയുന്നത്. പാപമോചനത്തിന് വേണ്ടി കരയുന്നവൻ അങ്ങനെ കരയണ്ടേ? ഹല്ലേലൂയ. അല്ലാതെ യോഗത്തിന്റെ അവസാനത്തെ സമയത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ടെന്ന് പറയുന്ന ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുന്ന കാര്യമല്ല പാപമോചനം. പാപമോചനം എന്ന് പറയുന്നത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ആ ഭർത്താവിനെ ചൊല്ലി എങ്ങനെയാണോ വിലപിക്കുന്നത്, ആ സമയത്ത് അവരുടെ ഹൃദയത്തിന്റെ പിടച്ചിലെന്താണോ അതുപോലെ വേണം നിലവിളിക്കാൻ. അവിടെയാണ് പാപമോചനം സാധ്യമാകുന്നത്. ഒരാമേൻ പറഞ്ഞാട്ട്.
ഹല്ലേലൂയ. ഇനി അതിനെ അല്പം കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരാം. മുടിയനായ പുത്രൻ അപ്പന്റെ അടുക്കൽ വരുന്ന ഒരു ചിത്രമുണ്ട് ലൂക്കോസ് 15. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. നല്ല സൗണ്ടാ കേട്ടോ, നല്ല സൗണ്ടാ. 4 സബ്ബാ വെച്ചേക്കുന്നത്, ഇടിക്കുകയാണ്. ഇതിനകത്തൊക്കെ ഈ റിവർബൊക്കെ ഇട്ട് ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു മുഴക്കം റിവർബാ. അപ്പം ഇതൊക്കെ ഇട്ട് മുടിയനായ പുത്രൻ ഭയങ്കര ബേസിൽ സംസാരിച്ചെന്നല്ല. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട്, ആ സ്റ്റൈലൊന്നുമല്ല അപ്പൻ്റെ മുന്നിൽ മോൻ നിൽക്കുന്നത്. ആമേൻ. ഇവൻ മുഴുവൻ തിന്നു മുടിച്ചിട്ടാ വന്നേക്കുന്നത്. പോയി നേടി വരികയാണെങ്കിൽ അപ്പന്റെ മുൻപിൽ നെഞ്ചു പിരിച്ച് നിൽക്കായിരുന്നു, പക്ഷെ നശിപ്പിച്ചിട്ടാ വന്നേക്കുന്നത്. ഇവൻ അപ്പന്റെ മുൻപിൽ പരാജിതനാണ്. ഇവന്റെ വസ്ത്രം നോക്കിയാൽ തന്നെ അറിയാം, കീറി പറഞ്ഞിരിക്കുകയാണ്. അറേബ്യൻ അത്രയൊന്നുമല്ല ഇവൻ അടിച്ചേക്കുന്നത് കേട്ടോ. പന്നിക്കൂട്ടിന്നാ വന്നേ, പന്നിയുടെ ഗന്ധ. ഈ മിക്കവാറും ഈ തിരുവനന്തപുരം സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു 10-10:30 ആകുമ്പോൾ ഈ പിക്കപ്പിൽ ഈ പന്നിയെ കൊണ്ടുപോകും. ഈ സാധനം ഫ്രണ്ടിലുണ്ടെങ്കിൽ വണ്ടി എവിടെയും ഒതുക്കും. ഇവിടെ ഏതോ ഫാമിലിയിൽ നിന്ന് പോകുന്നതാണ്, അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം അമ്മാതിരി ഗന്ധ ഈ സാധനത്തെ കൊണ്ടുപോയത്. അപ്പൊ പന്നിക്കൂട്ടിലെ ഗന്ധം നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവൻ പന്നിക്കൂട്ടിൽ നിന്ന് കയറി വരിക, ആ ടൈപ്പ് ഗന്ധ അപ്പന്റെ മുൻപിൽ തകർന്ന് നിൽക്കുക. അപ്പൻ വന്ന് മൂക്ക് പൊത്തിയല്ല ഇവന്റെ അടുക്ക നിൽക്കുന്നേ. ഇവൻ ഈ പന്നിയുടെ ഗന്ധം ഉണ്ടെങ്കിൽ സകലതും പരാജയപ്പെട്ടാണ് വന്ന് നിൽക്കുന്നതെങ്കിലും, അമ്മേ, അപ്പോ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു എന്ന് പറഞ്ഞവൻ മുഴുമിക്കുന്നതിന് മുൻപ് അപ്പൻ അവന്റെ കഴുത്തിൽ ചുംബിച്ച്, അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച്, അവന്റെ കവിളിൽ ചുംബിച്ചു കഴിഞ്ഞു. അതൊരു നിലവിളിയുടെ അന്തരീക്ഷമാണ്. അതാ ഞാൻ പറഞ്ഞു, പാപക്ഷമ എന്ന് പറയുന്നത് വെറുതെ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല. ഇനി നിങ്ങൾ ഈ യേശു പറഞ്ഞ ഒരു ഉപമ 18 ലൂക്കോസ് 18 ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഈ ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വിഭാഗം. അയാൾ പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് പറയുകയാണ്, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നുണ്ട്, ലഭിക്കുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നുണ്ട്, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അയാൾ പറഞ്ഞ സത്യമാണ്, അയാൾ ഇതെല്ലാം ചെയ്യുന്നതാ. ആമേൻ. ഈ നിൽക്കുന്നവനെ പോലെയല്ല. പക്ഷേ ചുങ്കക്കാരൻ എന്ന് പറയുന്ന മനുഷ്യനെ അപ്പുറത്ത് മാറി നിൽക്കുക, അയാളും പ്രാർത്ഥിക്കുകയാണ്. അയാൾക്ക് സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല. അയാൾ മാറത്തടിച്ച്, ഭാവിയാ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുക. യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആരാ നീതീകരിക്കപ്പെട്ടത്? ആരാ നീതി? അതാ ഞാൻ പറഞ്ഞു, പാപക്ഷമയുടെ പ്രാർത്ഥന പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കണ്ണുനീരോടുകൂടെ നിന്റെ പാപത്തെ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് ഒരു ഫ്രീഡം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറ്റബോധത്തിനകത്ത് നീറിത്തീരേണ്ട കാര്യമില്ല. കുറ്റബോധം സാത്താനിൽ നിന്ന് വരുന്നതാണ്, അതിൽ നീറിത്തീരേണ്ട കാര്യമില്ല. അവിടുത്തെ രക്തത്താൽ നമുക്ക് പാപമോചനം സാധ്യമായിരിക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ പാപമോചനത്തിൽ സംഭവിക്കുന്ന മറ്റു വിടുതലുകളിൽ ഒന്നാമത്തെ വിടുതൽ കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതലാണ്. അതിൽ സംഭവിക്കുന്ന അടുത്ത വിടുതൽ എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എവിടെ പാപമുണ്ടോ അവിടെ പാപത്തിന് ശിക്ഷയുണ്ട്. എന്താണ് പാപത്തിന്റെ ശിക്ഷ? റോമാലേഖനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്നവൻ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ആമേൻ. ഈ രാത്രി രക്ഷിക്കപ്പെട്ട പാപമോചനം അനുഭവിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടവരാണ്. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. നമ്മൾ തുറന്നു കിടക്കുന്ന നരകത്തെ അല്ല പ്രതീക്ഷിക്കുന്നത്,
തുറന്നു വരുന്ന സ്വർഗത്തെയാണ്. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ പാപമോചനം പ്രാപിച്ചയാളാണെങ്കിൽ നിങ്ങൾക്ക് പാപത്തിന്റെ ശിക്ഷയില്ല കേട്ടോ. നിങ്ങൾ ആ പാപമോചനത്തിൽ തുടരുന്നയാളാണെങ്കിൽ നിങ്ങൾക്ക് പാപത്തിന്റെ ശിക്ഷയില്ല കേട്ടോ. നിങ്ങളുടെ മുൻപിൽ നിന്ന് നരകം മാറിപ്പോയി, നിങ്ങളുടെ മുൻപിൽ നിന്ന് ശിക്ഷ മാറിപ്പോയി. അതാ റോമലേഖനം 8:1 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഹല്ലേലൂയ. സ്കെയില് പറയാൻ അറിയത്തില്ല. ഒരു പഴയ പാട്ടുണ്ട്. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ചവർ. ഓ നമ്മെ പോലെ ശിക്ഷകൾ പോയല്ലോ, പഠിക്കേ, നാം രക്ഷിതരായല്ലോ. ഒന്നുകൂടെ പഠിക്കേ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ. ഒന്നുകൂടെ പഠിക്കേ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ. രക്ഷായോഗ്യർ ദൈവത്തിന്റെ, ശിക്ഷായോഗ്യർ ദൈവത്തിന്റെ അവകാശികളായി. ശിക്ഷ പോയി, ശിക്ഷ പോയി. ആ ബോധ്യമുള്ളവരെ കര ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു മിനിറ്റ് കൈ ഒന്ന് പൊക്കി പിടിച്ചേരെ. ശിക്ഷ പോയതേ നമ്മൾ ഏതാണ്ട് ചെയ്തത് കൊണ്ടല്ല, യേശുവിൽ വിശ്വസിച്ചെന്ന ഒറ്റ കാരണം കൊണ്ടാ. യേശുവിൽ വിശ്വസിച്ചെന്ന ഒറ്റ കാരണം കൊണ്ടാ നമ്മുടെ ശിക്ഷ പോയി. നിത്യ നരകം നഷ്ടമായി, നിത്യ ജീവൻ നമുക്ക് ലഭ്യമായി. എന്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ശിക്ഷ കഠിനമാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇത്ര വലിയ രക്ഷ എന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇത്ര വലിയ രക്ഷ. അപ്പൊ ഒന്ന്, പാപത്തിന്റെ കുറ്റത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. രണ്ട്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് സ്വാതന്ത്ര്യം. മൂന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം. ഈ പാപത്തിന്റെ കുറ്റബോധം, പാപത്തിന്റെ ശിക്ഷ, അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് പാപത്തിന്റെ ശക്തി. ഞാൻ ഈ പാപത്തിന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. പാപം മോചനം അനുഭവിച്ച ചിലരിലെങ്കിലും പാപത്തിന്റെ ശക്തി കിടപ്പുണ്ട്. അതിനൊരു നല്ല എക്സാമ്പിൾ പറയാമേ. ചാർമീനാർ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നൊരു ഇതിൻ്റെ പേര് പറഞ്ഞത്. ചാർമീനാർ സിഗരറ്റാണ്. ഇതിങ്ങനെ പാക്കറ്റ് കണക്ക് വലിച്ചുകൊണ്ടിരുന്ന അച്ചായൻ ഇപ്പം കുറേ നാളായിട്ട് വലിക്കത്തില്ല. പക്ഷേ അച്ചാൻ ഒരിക്കലും ഒരു കവല നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു പുള്ളി നിന്നിട്ട് ഇതിങ്ങനെ വലിക്കുകയാണ്. ഈ അച്ചായൻ അവിടെ നിന്നിട്ട് വലിച്ചോ? ഇല്ല, പക്ഷെ ആസ്വദിച്ചു. ആ വലിക്കുന്നില്ലെങ്കിലും ആസ്വദിക്കാനുള്ള അച്ചാൻ്റെ ആസ്വാദനം ഉണ്ടല്ലോ, അതാണ് ഈ പാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ആമേൻ. അപ്പം പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം. അതാ പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യത്തിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യമാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ആമേൻ. ഞാൻ ഇന്ന് എവിടെ കൊണ്ട് നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ സ്വാതന്ത്ര്യം ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പുത്രം വരുത്തുന്ന സ്വാതന്ത്ര്യം. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ന്യായപ്രമാണത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അത് റെഫറൻസ് മാത്രം പറഞ്ഞു വിടാമേ, പ്രസംഗിക്കുന്നില്ല. ഗലാത്യ ലേഖനം 3:21 പറയുന്നു, ജീവിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ അത് വാസ്തവത്തിൽ നീതിക്ക് ആധാരമാകുന്നു. കേട്ടോ, ന്യായപ്രമാണം എഴുതപ്പെട്ടതായി അവരുടെ കയ്യിൽ കൊടുത്തു, പക്ഷേ അത് ജീവിക്കാൻ കഴിയുന്നതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ആമേൻ. SX 900 ഇവിടെ ഇരിപ്പുണ്ട്. ഡൈനാടെക്കിൻ്റെ മോണിറ്റർ സ്പീക്കേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ സൗണ്ട് ക്രാഫ്റ്റ് അലൻ ഹീത്ത് മിക്സർ ഇരിപ്പുണ്ട്. ഈ പറയുന്ന ആംപ്ലിഫയർ എല്ലാം ഇരിപ്പുണ്ട്. ലൈറ്റുണ്ട്, ഒത്തിരി സംവിധാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിവിടെ കൊണ്ടുവച്ചത് കൊണ്ടല്ല, കറണ്ട് ഉള്ളതുകൊണ്ടാണ്.
മനസ്സിലായോ? അതാരെങ്കിലും പോയി സ്വിച്ച് ഓഫ് ചെയ്താൽ ഇതെല്ലാം ഇപ്പൊ തീരും. ഇതിനെയെല്ലാം ചലിപ്പിക്കുന്നത് ഇതിന്റെ പവറാണ്. ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അരുതരുതെന്ന് പറയുന്നുണ്ട്, പക്ഷെ ചെയ്യാതിരിക്കാനുള്ള ശക്തി ന്യായപ്രമാണം കൊടുക്കുന്നില്ല. മനസ്സിലായോ? ഇതിവിടെ കൊണ്ടുവച്ചു. കറണ്ട് ഇല്ലെങ്കിൽ എന്തിനാ ഇത്? എൻ്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്, കറണ്ട് ഇല്ലെങ്കിൽ എന്തിനാ? ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇതുപോലെ ന്യായപ്രമാണം അരുതെന്ന് പറയുന്നുണ്ട്, പക്ഷെ ചെയ്യാതിരിക്കാനുള്ള കരുത്ത് കൊടുക്കാൻ അതിന് കഴിയത്തില്ല. അതാണ് ജീവിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ലഭിച്ചിരുന്നുവെങ്കിൽ അത് വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു എന്ന് പറയുന്നത്. ജീവിക്കാൻ കഴിയുന്നതല്ല ന്യായപ്രമാണം. ഗലാത്യർ 3:10 പറയുന്നു, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർ ശാപത്തിന്റെ കീഴിലാണ്. ഒരു സൈഡിലൂടെ അത് ചെയ്തു വരുമ്പോൾ മറു സൈഡ് ശാപത്തിലേക്ക് പോകും. ഗലാത്യർ 3:11 പറയുന്നു, ന്യായപ്രമാണത്തിൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്യർ 3:19 പറയുന്നു, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് ഈ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മെ അങ്ങ് വിടുവിച്ചു. അതാ ഗലാത്യർ 4:9 പറയുന്നത്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നമ്മളെ അതിനകത്തുനിന്ന് കർത്താവ് വിടുവിച്ചു. ആമേൻ. അത് പറയുന്ന ഗലാത്യർ 4:4, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. കേട്ടോ, നമ്മളെ വിലയ്ക്ക് വാങ്ങി ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് മാത്രമല്ല, ഗലാത്യർ 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം. ആമേൻ. മൂന്നാമത്തെ കാര്യം, അധർമ്മങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന റോമലേഖനം 6:19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. നമ്മൾ ആ കെട്ടിനകത്തുനിന്ന്, അധർമ്മത്തിനകത്തുനിന്ന് നമ്മൾ പുറത്തു വന്നു. എന്താ ഈ അധർമ്മം എന്ന് പറയുന്നത്? അതിന് 4 അർത്ഥങ്ങളുണ്ട്. 1 ഇല്ലിഗാലിറ്റി, 2 വിക്കറ്റ്നെസ്, 3 ഇനിക്വിറ്റി, 4 അൺറൈച്ചസ്നെസ്. നമ്മളെ സകല വിക്കറ്റ്നെസ്സുകളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവന്നു. അതാ പറയുന്നത്, അധർമ്മത്തിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ടായി. 4 ദൈവങ്ങളല്ലാത്തവയുടെ അടിമത്വങ്ങളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. അല്ലേ? ദൈവങ്ങളല്ലാത്ത പലതിന്റെ മുൻപിൽ നമ്മൾ ആരാധിച്ചിരുന്നു, പക്ഷേ അതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. അടുത്ത കാര്യം, വീഞ്ഞിന്റെ അടിമത്വങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം. സ്തോത്രം. രക്ഷിക്കപ്പെട്ടിട്ടും ബിവറേജിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ചേട്ടായിയെ കുറിച്ചല്ല പറയുന്നത്. ആമേൻ. രക്ഷിക്കപ്പെട്ടതോടുകൂടി അത് അവസാനിപ്പിച്ച ഒരാളെ കുറിച്ചാണ് പറയുന്നത്. വീഞ്ഞിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. സ്തോത്രം. 6ാമത്തെ പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സകല ഭയങ്ങളുടെ അടിമത്വത്തിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യം. ഈ ഭയം എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. രോഗഭയം, മരണഭയം, അപകട ഭയം, ഇങ്ങനെ പല ഭയങ്ങൾ. ഇതൊക്കെ വളരെ ഭീകരമാണ്. മരണഭയത്തെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മരണഭയം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുമെന്നുള്ള ചിന്ത. ഇന്ന് രാത്രി ഞാൻ വെളുപ്പിക്കത്തില്ല, ഈ രാത്രി ഞാൻ അവസാനിക്കത്തേ ഉള്ളൂ എന്നൊരു ചിന്ത ഒരാളുടെ അകത്തങ്ങ് ഉണ്ടാകുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരാളെ കുറിച്ച് കേട്ടത്, ടോയ്ലറ്റിൽ കയറിയാൽ ടോയ്ലറ്റിന്റെ ഡോറ് പോലും ലോക്ക് ചെയ്യത്തില്ല, അകത്തിരുന്ന് മരിച്ചാലോ എന്ന പേടിയാണ്. കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് എപ്പോഴും കരയും, മരിച്ചാലോ എന്നുള്ള ഭയമാണ്. മരണഭയത്തിന്റെ പ്രശ്നമാണത്. രോഗഭയം അതിനേക്കാൾ ഭീകരമാണ്. രോഗഭയത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആംബുലൻസിന്റെ സൈറൻ കേട്ടാൽ ഞെട്ടി വിറയ്ക്കും, ആശുപത്രി ബോർഡ് കണ്ടാൽ ഞെട്ടി വിറയ്ക്കും, ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ ഇതാണ് അമ്മയ്ക്ക് വന്ന രോഗമാണ്, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അവിടെ ചെന്നാൽ ഡോക്ടേഴ്സിനെ ചിലപ്പോൾ ചീത്ത പറയും. ആ ടെസ്റ്റ് ചെയ്യ്, ഈ ടെസ്റ്റ് ചെയ്യ്, MRI എടുക്ക്, CT എടുക്ക്, അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് രോഗഭയം, മരണഭയം.
രോഗഭയം, അപകട ഭയം. അപകട ഭയത്തിന്റെ പ്രശ്നം, ഇറങ്ങിയാൽ മരിച്ചു പോകും, വണ്ടി തട്ടും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും. അപകട ഭയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയാം, ഇത്യാദി സകല ഭയങ്ങളിൽ നിന്നും പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഈ രാത്രി ആത്മാവിനൊന്ന് സ്തോത്രം ചെയ്തോ. ഞാൻ നിങ്ങളോട് പറയാം, കർത്താവായ യേശു ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യം ഈ രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ, ഈ പറയുന്ന ഭയത്തിൽ നിന്നുള്ള ഫ്രീഡം എന്ന് ഞാനിവിടെ പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്ന വചനത്തിന്റെ അന്തരീക്ഷം ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വചനത്തിന്റെ അന്തരീക്ഷം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഏതു വചനമാണോ പ്രസംഗിക്കുന്നത്, ആ പ്രസംഗിക്കുന്ന വചനത്തിന്റെ അറ്റ്മോസ്ഫിയർ അതാ പ്രസംഗിക്കുന്ന ഇടത്ത് വെളിപ്പെടും. ഇന്ന് രാത്രി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഭയത്തിന്റെ അടിമത്വത്തിലാണ് ഇന്ന് രാത്രി നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ദൈവം എനിക്ക് തരുന്ന നിയോഗത്തിനകത്ത് നിന്ന് ഞാൻ പറയാം, ആ ഭയത്തിനകത്ത് നിന്ന് നിങ്ങളെ ഇപ്പോൾ വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ വചനത്തിന് മുൻപിൽ കരങ്ങളടിച്ച് അന്യ ഭാഷകളിൽ ഒരുമിച്ചൊന്ന് ആരാധിച്ചു. യേശുവിന്റെ നാമത്തിൽ സകല മരണഭയങ്ങൾ, സകല രോഗഭയങ്ങൾ, സകല അപകട ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെറുതെ ഭയം, വെറുതെ ഭയം, വെറുതെ ഭയം. ബൈബിൾ അതിനെ രാത്രിയിലെ ഭയം എന്ന് വിളിച്ചിട്ടുണ്ട്. രാത്രിയിലെ ഭയം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള ഭയത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. വിശ്വസിക്കാൻ പറ്റുന്നവർ അത് തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് ആത്മനിറവിൽ ആരാധിച്ചോ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്ന് രാത്രി ഇവിടെ പറയുന്ന വചനത്തെ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ചിലരിൽ നിന്ന് ചിലത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഭയപ്പെടുത്തുന്നത് മനസ്സിന്റെ ഒരു വികലതയല്ല. ഭയപ്പെടുത്തുന്നതിന്റെ പിന്നിൽ മിക്കവാറും ഒരു ആത്മാവ് കാണും. അതിനെ അത്ര ഭയത്തിന്റെ ആത്മാവെന്ന് വിളിക്കുന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജനത്തെ സ്വാധീനിക്കുന്ന പറയാനൊക്കാത്ത വിധത്തിൽ, നിർവചിക്കാനൊക്കാത്ത വിധത്തിൽ ജനത്തിനെതിരെ നിൽക്കുന്ന സകല ഭയത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുന്നു. അത് ഈ ജനത്തെ വിട്ട് പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തിന്റെ ദുർഭൂത മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. അതുകൊണ്ട് നമ്മൾ വായിക്കും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല. ദാസ്യത്വത്തിന്റെ ആത്മാവ് ഭയപ്പെടുത്തുന്ന ആത്മാവാണ്. ദാസ്യത്വം ഭയപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ അതാണ് ഇന്ന് രാത്രി പുറത്തു പോകാൻ പോകുന്നത്. നിങ്ങൾ വായി തുറന്ന് കർത്താവ് എനിക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് നല്ല ബോധ്യമുണ്ട്, അത് നിങ്ങളുടെ മേൽ സ്വർഗം പകർന്നിരിക്കും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാപിതാബ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. നിങ്ങൾക്കൊരു പിതാവുണ്ടെന്ന് അറിയുക. ഭയത്തിന്റെ ആത്മാവുള്ളവർ അറിയുക, നിങ്ങൾക്കൊരു പിതാവുണ്ട്. അബ്ബാപിതാബ് എന്ന് വിളിക്കുന്ന പിതാവുള്ളത് കൊണ്ട് ഇനിയും ഭയത്തിൽ കിടക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കർത്താവ് അതിൽ നിന്ന് നമ്മെ വിടുവിച്ചതാണ്. എബ്രായർ 2:15 അതാ പറയുന്നത്. ആമേൻ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇന്ന് രാത്രി ആ അടിമത്വങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുകയാണ്. Glory to God. Hallelujah. Hallelujah. സ്വാതന്ത്ര്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വരുന്നതല്ല സ്വാതന്ത്ര്യം. ആമേൻ. നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ഓ ഹല്ലേലൂയ. പാസ്റ്റർ ഇവിടെ ചെയ്യാൻ പറ്റുന്നതിൽ പരമാവധി ഏറ്റവും നല്ല ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതല്ല സ്വാതന്ത്ര്യം, നിങ്ങളുടെ വചനത്തോട് പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നത്, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാകിയാൽ അത് അവർക്ക് ഉപകാരമായി ഭാവിച്ചില്ല. വചനം ഉപകാരം ആകണമെങ്കിൽ കേൾവിക്കാരൻ്റെ അകത്ത് അത് വിശ്വാസമായി പരിണമിക്കണം. ഞാനത് പരിണമിക്കുക എന്ന് പറയുന്നതിന് ഈ മൈക്കിൻ്റെ ഉദാഹരണത്തിലൂടെ തെളിയിക്കാം. ഞാൻ സംസാരിക്കുകയാണ്, എൻ്റെ വായിൽ നിന്ന് ശബ്ദ തരംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്.
ആ ശബ്ദ തരംഗം, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചു ഡയഫ്രം ഉണ്ട്, ഒരു ചെറിയ മാഗ്നറ്റ്. ആ ഡയഫ്രം അതിനെ ക്യാച്ച് ചെയ്യുകയാണ്. ഞാൻ ഈ പറയുന്ന ശബ്ദത്തെ, എൻ്റെ ശബ്ദ തരംഗത്തെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മാഗ്നറ്റിക് അത് ക്യാച്ച് ചെയ്യുകയാണ്. അത് ക്യാച്ച് ചെയ്തിട്ട് അതിനെ കാന്തിക തരംഗമാക്കുകയാണ്. ആ കാന്തിക തരംഗമാണ് ഈ വയറിലൂടെ സഞ്ചരിക്കുന്നത്. അത് മിക്സറിൽ എത്തിക്കഴിയുമ്പോൾ അത് ഇലക്ട്രിക് തരംഗമായി മാറുകയാണ്. ആ ഇലക്ട്രിക് തരംഗം വീണ്ടും ഈ ലൗഡ് സ്പീക്കറിൽ എത്തിക്കഴിയുമ്പോൾ അത് ശബ്ദ തരംഗമാകുകയാണ്. നോക്കിയേ, ഇത് പെട്ടെന്ന് 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 ഞാൻ എൻ്റെ അധരത്തിൽ നിന്ന് സംസാരിക്കുന്ന അതേ സെക്കൻഡിൽ തന്നെ എൻ്റെ ശബ്ദ തരംഗം കാന്തിക തരംഗമാകുന്നു, കാന്തിക തരംഗം ഇലക്ട്രിക് തരംഗമാകുന്നു, ഇലക്ട്രിക് തരംഗം വീണ്ടും ശബ്ദ തരംഗമായി മാറുന്നു. ഇവിടെയാണ് ഇത് ഇത്രയും ഉച്ചത്തിലാകുന്നത്. ഞാൻ സംസാരിക്കുന്നത് വാസ്തവത്തിൽ വളരെ ചെറിയ ശബ്ദത്തിലാണ്. ഈ മൈക്ക് എല്ലാം ഓഫായാൽ ചിലപ്പോൾ ഈ ഫ്രണ്ട് റോയിലിരിക്കുന്ന 3-4 പേർക്കായിരിക്കും എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നത്. കാരണം അത്ര ചെറുതായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഇതിനെ ശബ്ദമാക്കി, ഇതിനെ ഇത്രയും ലൗഡാക്കുന്നത് ഈ ലൗഡ് സ്പീക്കേഴ്സാണ്. ഇതേ ക്രമത്തിൽ കേൾക്കുന്ന വചനം നമ്മുടെ അകത്ത് വിശ്വാസമായി സെക്കൻഡുകൾക്കുള്ളിൽ പരിണമിക്കണം. കേൾക്കുന്നുണ്ടോ? വചനം നമ്മുടെ അകത്ത് വിശ്വാസമായി പെട്ടെന്ന് 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 പരിണമിക്കണം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയണം, ആ ദൂത് എന്നോടാണ് സംസാരിക്കുന്നത്. അത് എൻ്റെ കുടുംബത്തോടുള്ള ദൂതാണ്, എൻ്റെ തലമുറയോടുള്ള ദൂതാണ്. അത് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോഴാണ് ആ വചനം നിങ്ങൾക്ക് ഉപകാരമാകുന്നത്. വർഷങ്ങൾക്കപ്പുറത്തല്ല, മാസങ്ങൾക്കപ്പുറത്തല്ല, നിങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ക്ഷണത്തിലല്ലോ കാര്യം നടക്കുന്നതെന്ന് വായിക്കുന്നില്ലേ? ക്ഷണത്തിലല്ലോ കാര്യം നടക്കുന്നത്. ക്ഷണത്തിൽ നരിയാണി ഉറച്ചു. പത്രോസ് കൈ കൊടുത്തിട്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ നരിയാണി ഉറയ്ക്കുകയാണ്. അതേ ക്രമത്തിൽ വചനം പ്രസംഗിക്കും. അത് റെജി ആകട്ടെ, എൻ പീറ്റർ പാസ്റ്റർ ആകട്ടെ, പാസ്റ്റർ സജോ ആകട്ടെ, പാസ്റ്റർ സാം കുമരകം ആകട്ടെ, കർത്താവിന്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബു ആകട്ടെ, ആരാകട്ടെ, ഇനി ബാലു പാസ്റ്റർ ആകട്ടെ, ആരാകട്ടെ, ക്ഷണത്തിൽ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. കേൾക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിച്ചു. വർഷങ്ങളായി നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഭയത്തിന്റെ കെട്ടിനെ ഇന്ന് രാത്രി ക്ഷണത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു കളയുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പലതും ഞാൻ ഇവിടുന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. നാശത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ന്യായവിധിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. ന്യായവിധിയെ ഒറ്റവാക്കിൽ നിന്ന് തൊടാം. എബ്രായലേഖനം 9:27 പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. കേട്ടോ, അത് സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. മരിക്കാതിരിക്കാൻ ആർക്കും പറ്റത്തില്ല. സകല മനുഷ്യരും ഇവിടെ മരിച്ചേ പറ്റത്തുള്ളൂ. മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യരും മരിക്കണം, അല്ലേ? മരിക്കാതിരിക്കാൻ ആർക്ക് പറ്റും? ആരും മരിക്കും. നമ്മളാരും നൂറ്റാണ്ടുകൾ ജീവിക്കുന്ന കരുവേലകങ്ങളൊന്നുമല്ല. പരമാവധി ജീവിച്ചാൽ 90-95 വയസ്സ് വരെ ജീവിക്കും. 90 വർഷം വരെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ 32,850 ദിവസമേ ജീവിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ആയുസ്. കേട്ടോ, ഈ CFL ഉണ്ടല്ലോ, ഈ CFL, ഇതിനെ ഒരു പക്ഷെങ്കിൽ കമ്പനിക്കാരൻ 1500 മണിക്കൂറായിരിക്കും അതിൻ്റെ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് പറയുന്നത്. അത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് ഫ്യൂസ് ആയിരിക്കും. അതേ ക്രമത്തിൽ പരമാവധി 90 വർഷം ജീവിക്കുകയാണെങ്കിൽ 32,850 ദിവസത്തിനുള്ളിൽ നമ്മൾ മരിച്ച് പെട്ടിക്കകത്ത് കയറിയിരിക്കും. നിങ്ങൾ എല്ലാവരും ഉണ്ടോ എന്നോടൊപ്പം? ഹല്ലേലൂയ. അതാ പറഞ്ഞു, മനുഷ്യന് മരണം നിയമിച്ചിരിക്കുക. ഒരിക്കൽ മരണം ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുക. മരണം കൊണ്ടെല്ലാം തീരത്തില്ല. ശവപ്പെട്ടിക്കകത്ത് വെച്ച് കല്ലറക്കകത്ത് കൊണ്ടുവെക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കുകയല്ല. അതിനപ്പുറത്തൊരു ന്യായവിധിയുണ്ട്. കേട്ടോ, സകല മനുഷ്യർക്കുമുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. മരണം സാർവത്രികമാണെന്നതുപോലെ ന്യായവിധിയും സാർവത്രികമാണ്. മരണത്തിനപ്പുറത്തുള്ള ന്യായവിധി ആയതുകൊണ്ട് കർമ്മകാണ്ഡങ്ങളിലൂടെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. മരണാനന്തര കർമ്മങ്ങളിലൂടെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. അർപ്പണങ്ങളിലൂടെ, തർപ്പണങ്ങളിലൂടെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. അവിടെ മനുഷ്യൻ ന്യായവിധിയെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ന്യായവിധി എന്ന് പറയുമ്പോൾ തന്നെ അതിനെ പല പേരുകളിൽ, പല നിലകളിൽ വിളിക്കേണ്ടതാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയേണ്ടതുണ്ട്, വെള്ളസിംഹാസന ന്യായവിധി എന്ന് പറയേണ്ടതുണ്ട്. മൊത്തത്തിൽ ഏതാണ്ട് 13 പരം ന്യായവിധികൾ ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. സകല മനുഷ്യരും ന്യായവിധിയുടെ അടിമത്വത്തിലാണ്. എന്നാൽ ഇന്ന് രാത്രി കേട്ടോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം അതൊരു പക്ഷെങ്കിൽ ബ്ലസ് കോവളത്തിൽ കൂടെ ആയിരിക്കാം. കഴിഞ്ഞ 20 വർഷമായി ഈ യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 20ാമത്തെ വർഷവും ഈ യോഗം ഇവിടെ നടക്കുകയാണ്. കർത്താവ് വരാൻ
താമസിക്കുന്നെങ്കിൽ, നമുക്ക് ആയുസ്സും ആരോഗ്യമുണ്ടെങ്കിൽ 21ാമത്തെ വർഷവും ഈ യോഗം ഇവിടെ തന്നെ നടക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു വചന ധ്യാനത്തിങ്കൽ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്താൽ, പുത്രനിലൂടെയുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ഫ്രീഡത്തിനകത്തേക്ക് നിങ്ങൾ കയറിയാൽ, അതിനകത്ത് പല വിടുതലുകൾ സംഭവിക്കും. അതിനോടൊപ്പം നരകത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകും. ഒരാമേൻ പറഞ്ഞാട്ടെ. എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന ആ ന്യായവിധിയുടെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സമയത്തിൻ്റെ പരിധി ഉള്ളത് കൊണ്ട് പലതും ഓടിച്ചിട്ടാണ് പറഞ്ഞത്. ഒത്തിരി വിശാലമായി പറയാനായിട്ട് പലതും കഴിഞ്ഞിട്ടില്ല. ആമേൻ. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത ഒരു 10 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുത്രൻ വരുത്തുന്ന സ്വാതന്ത്ര്യത്തിൽ, ആമേൻ, ഏറ്റവും അധികമായി ഈ മണ്ണിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്താണെന്നറിയാമോ? പൈശാചിക അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന്. ഒന്നാമത്തെ കാര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മൂന്നാമത്തെ കാര്യം അധർമ്മത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 4, ദൈവങ്ങളല്ലാത്തവയുടെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 5, വീഞ്ഞിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 6, ഭയത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഹല്ലേലൂയ. 7, ന്യായവിധിയുടെ അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 8ാമത് പറഞ്ഞതാണ് പൈശാചിക അടിമത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. കൊലോസ്യ ലേഖനം 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. ആ വാക്യം എല്ലാവരും കൂടെ പറഞ്ഞേ. എന്നാ ചെയ്ത്? നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പുത്രൻ നമ്മളെ വിടുവിച്ചെന്ന്. എവിടുന്ന? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. എല്ലാവരും കൂടെ പറഞ്ഞേ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എവിടെ കൊണ്ടുപോയി? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഒന്നുകൂടെ കേട്ടെ. നമ്മെ എവിടുന്നാ വിടുവിച്ച്? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. ഏതാണ് ഇരുട്ടിന്റെ അധികാരം? അത് സാത്താന്യ അധികാരമാണ്, സാത്താന്റെ ആധിപത്യമാണ്. ഹല്ലേലൂയ. അത് സാത്താന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞു. സുവിശേഷത്തിന്റെ പ്രകാശനം ജാതികളുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞു. കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സുവിശേഷം എത്ര ഭംഗിയായി പ്രസംഗിച്ചാലും, വചനത്തിൽ നിന്ന് എത്ര തെളിയിച്ച് പ്രസംഗിച്ചാലും, എത്ര ശുദ്ധമായ ഭാഷ അതിനായി ഉപയോഗിച്ചാലും, എത്ര മെച്ചമായ സംവിധാനം ഉപയോഗിച്ചാലും, ചിലരുടെ അകത്ത് ഈ ലോകത്തിന്റെ ദൈവം അങ്ങ് അന്ധത പിടിപ്പിക്കും. ആ അന്ധത മാത്രമല്ല, സുവിശേഷം കേൾക്കുന്നു മാത്രമല്ല, അവന്റെ ജീവിതം തകർത്ത് നരകതുല്യമാക്കി കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ അടിമത്വങ്ങളിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വെക്കാം. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതിൽ നിന്നുള്ള ഫ്രീഡത്തിന്റെ ആവശ്യകത നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആമേൻ, യേശു അവളെ കണ്ടു, യേശു അവളെ കണ്ടു, അവളെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ സ്ത്രീയുടെ രോഗബന്ധനം? 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവൾ, 18 വർഷമായി കൂനിയായ സ്ത്രീയുടെ വിടുതലായി പറയുന്നത് കേട്ടോ. 18 വർഷമായി റാബോല് വളഞ്ഞു നിൽക്കുക. കണ്ടിട്ടില്ലേ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നേ? റാബോല് വളഞ്ഞു നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ വലിയ ബോധമുള്ള ഒരാൾ പറഞ്ഞു, L2ന്റെ പ്രശ്നമാണ്, L3 ബഡ്ജായതാണ്, അവിടെ സ്പൈനലിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് SP40 പോയാൽ മതി, ഒരു നല്ല ഓർത്തോ ഡോക്ടർ വന്നിട്ടുണ്ട്, ഒരു നല്ല സർജറി ചെയ്താൽ തീരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, SP40-നെക്കാട്ടി നല്ലത് എറണാകുളം ഓർത്തോയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്, അത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ എന്ന അതിൻ്റെ പേര്. എറണാകുളത്ത് പോകുന്നതാ കുറച്ചുകൂടെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്വതന്ത്രം. എറണാകുളത്ത് പോകുന്നതാ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അലോപ്പതിക്കാർ ഇതെല്ലാം പറഞ്ഞപ്പോൾ ആയുർവേദക്കാർ പറഞ്ഞു ഇതിനെക്കാട്ടൊക്കെ നല്ലത് ചവിട്ടിത്തിരുമുന്നതാണ്, കോട്ടക്കലിൽ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ യേശു അവളെ സ്കാൻ ചെയ്തപ്പോൾ യേശു പറഞ്ഞു, ഇത് L2-ൻ്റെയും പ്രശ്നമല്ല, L3-യുടെയും പ്രശ്നമല്ല,
ഇത് കോട്ടക്കലിൽ പോയി ചവിട്ടിത്തിരിമേണ്ട കേസുമല്ല, ഇത് 18 വർഷമായി ബന്ധിച്ചു വെച്ചേക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം, 18 വർഷമായിട്ട് ബന്ധിച്ചു വെച്ചേക്കുക. നിങ്ങൾ എന്നോടൊപ്പം വരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറുടെ സ്റ്റെപ്പിന് മനസ്സിലാകാത്ത ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ, ECGക്കും അൾട്രാസൗണ്ട് സ്കാനിനും CT സ്കാനിനും MRI സ്കാനിങ്ങിനും ലാബ് ടെസ്റ്റുകൾക്കും പിടികിട്ടാത്ത ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, ആ പ്രശ്നം ഫിസിക്കൽ അല്ല. അതിൻ്റെ പിന്നിൽ വേറൊരാളുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ പിന്നിൽ വേറൊരാളുണ്ട്. ചിലർക്കുണ്ടല്ലോ, പുറത്തിറങ്ങിയ ഒരു കുഴപ്പമില്ല, വീട്ടിൽ കയറുമ്പോഴാണ് സർവത്ര പ്രശ്നം. ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ട്. ആമേൻ. യേശു അതാ പറഞ്ഞത്, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവൾ ഇത് ബന്ധിച്ചു വെച്ചേക്കുക. ഹല്ലേലൂയ. ബന്ധിച്ചു വെച്ചേക്കുക. ഞാൻ നിങ്ങളോട് പറയും, രോഗത്തെ രോഗമായി കാണുന്നു കേട്ടോ. പക്ഷേ ഡോക്ടർക്ക് റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കിംസിൽ ചെല്ലുമ്പോ റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോണം, ഇത് രോഗമല്ല, ഇതിന്റെ പിന്നിൽ വേറൊരു വ്യാപാരമാണ്. അതിനകത്തുനിന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പുത്രന് മാത്രമേ കഴിയത്തുള്ളൂ. ബ്ലസ്കോവളത്തിൽ സംഭവിക്കേണ്ടത് അതാണ്. അല്ലാതെ വീസ വരും, കാറ് വരും, ആമേൻ, വീട് കിട്ടാൻ പോകുന്നു. സ്തോത്രം. ഈ ഇടയ്ക്ക് ഒരു പ്രവാചകൻ ഒരാളോട് പറഞ്ഞു, നിനക്ക് 3 വീട് തരാൻ പോവാണ്. സ്തോത്രം. അതല്ല ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. നിന്റെ ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കുന്ന സ്ട്രഗിളുകളിൽ നിന്ന് പുത്രൻ തരുന്ന വിടുതലാണ്. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്ട്. ജീസസ് വേണോ? ഇന്ന് രാത്രി ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നോക്കരുത്. ആത്മാവിൽ പ്രതികരിച്ചാൽ ഇന്ന് രാത്രി ആ ഫ്രീഡം നിങ്ങളുടെ മേൽ റിലീസാകും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിച്ചിരിക്കും. Glory to God. മർക്കോസ് 5 നമ്മൾ വായിക്കുന്നുണ്ട്, 12 വർഷമായി ഒരു സ്ത്രീ ഒരു പ്രശ്നം കൊണ്ട് നടക്കുക. ഗൈനക് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കയറി ഇറങ്ങി. SIT തൊട്ട് ഇങ്ങോട്ട് ഉള്ള ഗൈനക്കോളജി മുഴുവൻ കയറി ഇറങ്ങുക. പക്ഷെ ഒരു വിടുതലും ഇല്ല. ആമേൻ. അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ചെന്നൊന്ന് തൊട്ടു. കർത്താവ് പറഞ്ഞു, ശക്തി പുറപ്പെട്ടു. അവിടെ പറഞ്ഞ ഒരു വാക്കുണ്ട്, രോഗമൊഴിഞ്ഞ് സ്വസ്ഥയാകാന്നല്ല, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിർവചിക്കാൻ ഒക്കാത്ത വിധത്തിൽ ചിലർ അനുഭവിക്കുന്ന ചില സ്ട്രഗിളുകളെ ഈ രാത്രി പുത്രൻ വിടുവിക്കാൻ പോകുകയാണ്. പുത്രൻ വിടുവിക്കാൻ പോകുകയാണ്. പ്രതികരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിച്ചോ. പുത്രൻ നൽകുന്ന വിടുതൽ. ആത്മാവിൽ ശക്തിയോടെ പ്രതികരിച്ചോ. പുത്രൻ വിടുതലുകൾ അയക്കട്ടെ. പുത്രൻ വിടുതലുകൾ അയക്കട്ടെ. ഇന്ന് രാത്രി അവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രകാശം ആമേൻ ധരിച്ചവനായി ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആ തേജസ്സുള്ള പാദസ്പർശനം ഇന്ന് രാത്രി പന്തലിനകത്ത് ചലിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുകയാണെങ്കിൽ ആ ഫ്രീഡം നമുക്ക് അനുഭവിക്കാം. സംസാരിക്കാനൊക്കാത്ത കേൾക്കാനൊക്കാത്ത ഒരു കൊച്ചനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനോട് പറഞ്ഞു, ജനനം തൊട്ട് അങ്ങനെ. പക്ഷെ യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞത്, ഊമനും ചെകിടനുമായ ആത്മാവ് ഇവനെ വിട്ടു പോ, ഇനിയും അവനിൽ കടക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ചിലതിനെ കർത്താവ് പുറത്താക്കുകയാണ്. ഇവൻ കേൾക്കാത്തത് കാതിന്റെ കർണപുടത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അതൊരു സ്പിരിറ്റാണ്. ഇവൻ സംസാരിക്കാത്തത് ഇവന്റെ വോക്കൽ കോഡിന്റെ പ്രശ്നമല്ല,
അതൊരു സ്പിരിറ്റാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതുപോലെയുള്ള ചിലതിനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പുറത്താക്കാൻ പോകുകയാണ്. പരിസരം നോക്കാതെ ആത്മനിറവിൽ ആരാധിക്കുവാൻ ഈ രാത്രി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ആ ഫ്രീഡം കർത്താവ് ഈ യോഗത്തിനകത്ത് തുറന്നു വിടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കരങ്ങൾ അടിച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. എന്നെ ചെയ്താലും ഗുണം പിടിക്കത്തില്ല, എന്നെ ചെയ്താലും പ്രോബ്ലം ആകും, പരാജയപ്പെടും. കൊച്ചു നന്നായി പഠിക്കും, പക്ഷേ എക്സാമിന്റെ അന്ന് എവിടെ ഒന്നേലും ഒരു ശാരീരിക പ്രശ്നം വരും, ഒരു എക്സാമിന് പോകാൻ പറ്റത്തില്ല. ഇനി പോയാൽ ഒരെണ്ണത്തിന് തോറ്റു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ പ്രൊജക്റ്റ് എഴുതി കൊടുത്ത ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടി, ഞാൻ തോറ്റുപോയി. ഞാൻ പറഞ്ഞത്, ചിന്തിക്കാനാവാത്ത ഏരിയകളിൽ കിടക്കുന്ന ഇതുപോലുള്ള ചില കെട്ടുകളുണ്ട്. ഭയങ്കര അധ്വാനമാണ്, നന്നായിട്ട് അധ്വാനിക്കും, ഒരു പൈസ കളയത്തില്ല. പക്ഷേ അതുകൊണ്ട് വീട്ടിൽ വരും. കൂലിക്കാരൻ കൂലി ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ എതിലെയാണ് ഒഴുകിപ്പോകുന്നതെന്ന് അറിയില്ല. ജീസസ്. ഒന്നുകിൽ ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ, ഒരു സർജറി, ഏതിലേലും പൈസ പോകും. ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ഫ്രീഡമാണ് വേണ്ടുന്നത്. അത് തരാൻ കഴിയുന്നത് പുത്രന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അതിനുവേണ്ടി, ക്രൈസ്റ്റ് മിഷൻ, അതിനുവേണ്ടി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ വിടുവിച്ചയപ്പാൻ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ ഈ യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ അതാ ഇവിടെ സംഭവിക്കുന്നത്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ വിടുവിച്ചയക്കുന്നു, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുന്നു. യേശു പറയുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ആ അഭിഷേകം ഇന്ന് രാത്രി ഈ രണ്ടാം ദിവസം അവസാനത്തെ മിനിറ്റിൽ ഇവിടെ വ്യാപരിക്കുന്നത്. പീഡിതൻ ആരാന്നറിയാമോ? പീഡിതൻ പൂർണ്ണമായി തകർക്കപ്പെട്ടവൻ. പീഡിതൻ ആരാന്നറിയാമോ? ജീവിക്കണമെന്ന് പോലും ലക്ഷ്യമില്ലാത്തവൻ. പീഡിതൻ ആരാന്നറിയാമോ? ചവിട്ടി അരയ്ക്കപ്പെട്ടതുപോലെയുള്ള ഒരു മനുഷ്യൻ. പീഡിതൻ ആരാന്നറിയാമോ? ചിതറിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. പീഡിതൻ ആരാണെന്നറിയാമോ? ശരീരത്തിലും മനസ്സിലും മുറിവേറ്റ ഒരു മനുഷ്യൻ. പീഡിതൻ ആരാണെന്നറിയാമോ? രോഗവും ബലഹീനതയും തോൽവിയും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ. പീഡിതൻ ആരാണെന്നറിയാമോ? പാപത്തോട് ദുശീലത്തോട് തോറ്റു പോയവൻ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, ഇങ്ങനെ തോറ്റുപോയ ഒരു വ്യക്തിയാണ് നീ എങ്കിൽ പുത്രൻ തരുന്ന സ്വാതന്ത്ര്യമുണ്ട്. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രി വ്യർത്ഥമായി ഉറക്കെ വിളിച്ചതുപോലെ ആ പേരൊന്ന് ഉറക്കെ വിളിച്ചോ. യേശുവേ, എന്നെ സ്വതന്ത്രമാക്കണമേ. ഈ രാത്രി വായി തുറന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചോ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ രാത്രി ആ ഫ്രീഡം ചലിക്കാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സംഭവിക്കുന്ന എന്താന്ന് ഞാൻ പറയാം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ രാത്രി കർത്താവിന്റെ ആത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി നിങ്ങളുടെ മേലൊരു സ്വാതന്ത്ര്യം തരാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ ചില രോഗബന്ധനങ്ങളെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഏത് വിഷയത്തിലെ ഭാരപ്പെടുന്നത്? മൈഗ്രെയിൻ ആണോ നിങ്ങളുടെ പ്രോബ്ലം? ഈ രാത്രി നിനക്കൊരു ഫ്രീഡം ഉണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹോർമോൺ സംബന്ധമായ പ്രശ്നമാണോ? ഈ രാത്രി നിനക്കൊരു ഫ്രീഡം ഉണ്ട്. ഇന്ന് രാത്രി ഏത് ഫിസിക്കൽ കണ്ടീഷനാണ് നിന്നെ അസ്വസ്ഥമാക്കുന്നത്? അസ്ഥി സംബന്ധമായ രോഗമാണോ? നിനക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചോ. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് ഫ്രീഡം വേണം. ഇന്ന് രാത്രി പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ആമേൻ. അങ്ങനെ കൊതിക്കുന്നവരുണ്ടോ? വേഗം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ. അങ്ങനെ കൊതിക്കുന്നവരെല്ലാം വേഗം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ. ബൈബിളുകളൊക്കെ ആ ചെയറുകളിൽ വെച്ചിട്ട് വേഗം എഴുന്നേറ്റ് നിന്നാട്ടെ, വേഗം എഴുന്നേറ്റ് നിന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്.
ഇന്ന് രാത്രി ഫ്രീഡങ്ങൾ ഉണ്ടാകട്ടെ, ഫ്രീഡങ്ങൾ ഉണ്ടാകട്ടെ. രാധാമാന ശാന്തൽ ജനാദന. പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നവർ നിർബന്ധമായി കണ്ണുകൾ അടയ്ക്കുക. പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നവർ നിർബന്ധമായി കണ്ണുകൾ അടയ്ക്കുക. കരയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കരയുക. നിലവിളിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിലവിളിക്കുക. യേശുവിന്റെ നാമത്തിൽ കരം ഉയർത്തി പിടിക്കണമെങ്കിൽ കരം ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ അനുഭവമാണ് ഈ കേട്ടത് മുഴുവൻ. ഈ രാത്രി എനിക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ തളർന്നു കിടക്കുന്നത്? ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ തോൽവി അനുഭവിക്കുന്നത്? ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, കർത്താവ് ഫ്രീഡം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മൗനമാകരുത്. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും നോക്കരുത്. യേശുവിന്റെ നാമത്തിൽ വേദിയെ നോക്കരുത്. ഈ രാത്രി നിങ്ങളുടെ അടുക്കൽ കർത്താവ് നിൽക്കുന്നത് നിങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന എന്ന് പറയുന്നത് മൗനമായി നിൽക്കുന്നതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ആധരങ്ങളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നത്. അതാ ദാവീദ് പറയുന്നത്, എന്റെ ആധരങ്ങളുടെ യാചന നീ നിഷേധിച്ചതുമില്ല. ഇന്ന് രാത്രി അത് നന്നായി കേട്ടോ. ആദരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ദൈവം, ആദരങ്ങളുടെ യാചന നിഷേധിക്കാത്ത ദൈവം. ആദരം കൊണ്ട് ഉച്ചരിക്കുക, ആദരം കൊണ്ട് ഉച്ചരിക്കുക. വ്യർത്ഥമായി അതാ ചെയ്തത്. വ്യർത്ഥമായി ഉറക്കെ വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഇന്ന് രാത്രി നിങ്ങൾ ഉച്ചത്തിൽ ആ നാമം വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർവചിക്കുവാൻ കഴിയാത്ത ഒരു വിടുതൽ ഈ രാത്രി നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മതലങ്ങളിൽ, നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ, നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില കലക്കത്തിന്റെ ദുരാത്മ മണ്ഡലങ്ങൾ കലഹിപ്പിക്കുന്ന, തമ്മിൽ ചേരാത്ത വിധത്തിൽ വ്യക്തികളെ അകറ്റിക്കളയുന്ന, ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് കഴിയുന്നതേ ഉള്ളൂ. ആമേ, മെന്റലി ഡിവോഴ്സ്ഡ് എന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ തമ്മിൽ ചേരാൻ ഒക്കാത്ത വിധത്തിൽ ആശയങ്ങളിൽ വൈരുദ്ധ്യതകളിട്ട്, വാക്കുകളിൽ വൈരുദ്ധ്യങ്ങളിട്ട് അകറ്റിക്കളയുന്ന കാലക്കത്തിന്റെ ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങി തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി വിടുതൽ കൊതിക്കുന്നവർ അന്യഭാഷകളിൽ കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിക്കോ. കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ആരാധിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പുറത്തു വരിക. ഈ രാത്രി പുറത്തു വരിക. ഈ രാത്രി പുറത്തു വരിക. ബദ്ധന്മാരുണ്ടോ? പുറത്തു വരിക. പീഡിതരുണ്ടോ? പുറത്തു വരിക. ചവിട്ടി അരയ്ക്കപ്പെട്ടതുപോലെ ജീവിക്കുന്നവരുണ്ടോ? യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. ജീവിക്കണമെന്ന ചിന്ത പോലുമില്ല. മരിച്ചാൽ മതി. ഇന്ന് രാത്രി മരണത്തിന്റെ ചിന്തയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. പുത്രൻ തരുന്ന സ്വാതന്ത്ര്യം ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. തലമുറയുടെ വിവാഹം നടക്കുന്നില്ല, ഒരു വഴിയും തുറന്നു വരുന്നില്ല. പലയിടങ്ങളിൽ അപ്ലൈ ചെയ്തു, പക്ഷെ ജോലി കിട്ടുന്നില്ല. എന്തെല്ലാം ചെയ്താലും ഒരു ജോലി ഉണ്ടാകത്തില്ല, ഒരു വീസ ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി അദൃശ്യ മണ്ഡലങ്ങളിൽ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ വെല്ലുവിളികളെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകന്മാർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാത്രി ആത്മാവിൽ പ്രയോഗിക്കുന്നു. യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യഹൂദ ഗോത്രത്തിന്റെ സിംഹം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ചന്ദ്രകേ, മേശകേ, അബേദ്നെഗോവേ, എതിരായി കത്തുന്ന തീ ചൂള നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അതിനകത്ത് നാലാമനായി ഇറങ്ങുന്നവൻ ചന്ദ്രക്കന് വേണ്ടി തീച്ചൂളക്കകത്ത് നാലാമനായി ഇറങ്ങിയതുപോലെ ഈ രാത്രി ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് വേണ്ടി ആ ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. ആ ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവൻ കരങ്ങൾ അടിച്ച ആത്മാവിൽ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവം ചലിക്കട്ടെ. ആ ദൈവം ഇറങ്ങി വരട്ടെ. ആ ദൈവം ഇറങ്ങി വരട്ടെ. മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥന മുറിയിൽ ഇരിക്കുന്ന ദാനിയേലേ, നിനക്കെതിരെ സിംഹക്കുഴി തുറന്നു വരുന്നുണ്ടാകാം. പക്ഷെ സിംഹം തൊടാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി നീ ചെല്ലുന്നതിന് മുൻപേ സിംഹക്കുഴിക്കകത്ത് ഇറങ്ങുന്നവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചാണ്. ഫ്രീഡം ഈ രാത്രി ഫ്രീഡം ഉണ്ടാകട്ടെ. ഈ രാത്രി ഫ്രീഡം ഉണ്ടാകട്ടെ. ഈ വിടുതലിന്റെ ആരാധന ഇവിടെ നടക്കുമ്പോൾ തന്നെ പാപത്തിൽ തോറ്റുപോയെങ്കിൽ അടിമത്വത്തിൽ വീണുപോയെങ്കിൽ രക്ഷപ്പെടണമെന്ന് കൊതിയുണ്ട്. പക്ഷേ എവിടെയോ പ്രോബ്ലം,
ഇന്ന് രാത്രി യേശുവിനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ആ വിടുതലുകൾ സാധ്യമാകുന്നു. ഒരു രാത്രി മാത്രി, ഒരു പ്രഭാതം വരുന്നത് പോലെ ചിലരുടെ ജീവിതം ചേഞ്ചായി തുടങ്ങട്ടെ, ചേഞ്ചായി തുടങ്ങട്ടെ, ചേഞ്ചായി തുടങ്ങട്ടെ. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ശക്തിയോടെ കരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു എന്നെ വീണ്ടെടുത്തു. ഓ യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, എന്റെ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. എന്ന നാട്ടിൽ ഓ യേശു ജനങ്ങളെ തൊട്ടു, ഓ മുടങ്ങ സകലരെയും യേശു സൗഖ്യമാക്കി. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു, മുടങ്ങ സകലരെയും യേശു സൗഖ്യമാക്കി. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും
ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി കർത്താവിനോട് പറ, യേശുവേ അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം തരണമേ. ഏത് മേഖലയിലാണ് നിങ്ങൾ ആ വിടുതൽ കൊതിക്കുന്നത്? കർത്താവിനോട് പറ. ബാലു പാസ്റ്റർക്ക് വേണ്ടിയല്ല, റജി പാസ്റ്റർക്ക് വേണ്ടിയല്ല, കർത്താവിനോട് പറ. കർത്താവ് എനിക്ക് ഫ്രീഡം വേണം അപ്പ, എനിക്ക് ഫ്രീഡം വേണം. വാ തുറന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നയാളാകാം. ഒരുപക്ഷെ പലതും ഞാനിവിടെ പറഞ്ഞു, പക്ഷേ പറയാത്ത ഒരു മേഖലയിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകും. കർത്താവിനോട് പറ, എനിക്ക് ഫ്രീഡം വേണം. ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ ചില മുറിവുകൾ സൗഖ്യമാകട്ടെ. മനോതലങ്ങളിൽ കിടക്കുന്ന ചില നൊമ്പരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ചില വലിയ ഭാരങ്ങൾ, വലിയ ചുമടുകൾ പോലെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലത് യേശുസ്, എല്ലാ ഹാർട്ട് ഡിസീസുകളും എല്ലാ ലങ്സ് സംബന്ധമായ പ്രോബ്ലംസും അഴിഞ്ഞു മാറുവാൻ ഞാൻ അധികാരത്തോടെ ഇന്ന് രാത്രി കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉദര സംബന്ധമായ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. ഫൈബ്രോയിഡ് പോലെയുള്ള ചില ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വാറ്റിപ്പോകട്ടെ, വാറ്റിപ്പോകട്ടെ. സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളെ വിട്ട് മാറട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശരീരം വിട്ട് മാറട്ടെ. എല്ലാ വാതരോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, എല്ലാ അലർജികളും ഈ രാത്രി ശരീരങ്ങൾ വിട്ട് മാറട്ടെ. കർത്താവിന്റെ പ്രസാദ വർഷം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിന് സ്തോത്രം. കൂടാത്ത വിധത്തിൽ ഇവർ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ജനത്തെ വിടുവിക്കുന്നതിന് നന്ദി. അനുഗ്രഹമാകട്ടെ. കർത്താവ് ഇത് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അത്യുച്ചത്തിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ, എല്ലാവരും കൂടെ ചേർന്ന് ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രരാകും. ദൈവജനം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട വ്യത്യസ്ത മേഖലകളെ കുറിച്ച് രാത്രി അഭിഷേകത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഏതെല്ലാം മേഖലകൾ പറഞ്ഞുവോ കർത്താവേ, താൻ പറയാത്ത മേഖലകളിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവോ ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ അങ്ങ് കർത്താവ് കൽപ്പിച്ചിരിക്കുകയാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ യോഗത്തിൽ പങ്കുകൊണ്ട പ്രിയപ്പെട്ടവരാരും കർത്താവേ അങ്ങ് കൊടുത്തായ ആ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ പോകുവാൻ അനുവദിക്കരുത്. ബ്ലസ് കോവളം ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരണം. കർത്താവേ, കാലാവസ്ഥയെ അനുകൂലമാക്കി തന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചുവല്ലോ. ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തുവല്ലോ. കർത്താവേ, നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലങ്ങളാണല്ലോ ഞങ്ങൾ ദിവസങ്ങളിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അവിടുത്തെ ദാസനെ ശക്തിയോടെ ഉപയോഗിച്ചത് കൊണ്ട് നന്ദിയോട് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുന്നു. തന്നെ മടക്കിയ തൊഴിലും തുറ ശുശ്രൂഷകളിലും വലിയ ദൈവ സാന്നിധ്യം പകരുമാറാകണമേ. ആയിരങ്ങൾ തന്നെ ഉപയോഗിക്കുമാറാകണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് കോവലന്റ് ടീമിനായിട്ട് സ്തോത്രം. അവിടുത്തെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ബാലുപാഷക്കായി സ്തോത്രം. അധ്വാനിച്ച ടീമുകൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ച എല്ലാവരും ഇന്ന് രാത്രി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കുമാറാകണം. തിരുഹിതമെങ്കിൽ നാളെയും കടന്നു വന്ന് അനുഗ്രഹ പ്രഭാഷണം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമാനം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിന് അൻപുള്ള നാമത്തെ അപേക്ഷിക്കുന്നു. ദേവോന്നി കേൾക്കുമാറാകണമേ. സ്വർഗീയ പിതാവേ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളായി സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും അമേവരോടൊപ്പം വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആഗമനത്തോളം നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless us.